മമ്മിയോടൊപ്പം ജയശങ്കറുമുണ്ടോ എന്നാണ് ആതിര ആദ്യം നോക്കിയത്. വീട്ടിൽ പോയപ്പോൾ ഗായത്രിയുടെ മുമ്പിൽ വെച്ച് മമ്മി നാണം കെടുത്തി. ഇന്ന് ദിനേശിൻ്റെ മുമ്പിൽ വെച്ചും തൻ്റെ തൊലിയുരിക്കുമോ? മൃണാളിനിയെ കണ്ട് ഗായത്രിയും ചെറുതായൊന്ന് ഞെട്ടി. ആതിരയും താനും മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇപ്പോൾ ദിനേശും ഒപ്പമുണ്ട്. ആരാണ് ദിനേശ് എന്നോ മമ്മി അറിഞ്ഞാൽ രംഗം ചൂടുപിടിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം കണ്ണിലെ കുന്തം കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കണ്ടുപിടിക്കാനാണല്ലോ മിക്കവർക്കും താല്പര്യം. ദിനേശ്, അത് ആതിരയുടെ മമ്മിയാണ്. ശബ്ദം താഴ്ത്തി ഗായത്രി പെട്ടെന്ന് പറഞ്ഞു. ആതിരയുടെ മമ്മിയോ? ആശ്ചര്യത്തോടെ ദിനേശ് ചോദിച്ചു. അതെ, പക്ഷേ തൽക്കാലം സ്വയം വെളിപ്പെടുത്തണ്ട, പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ നമുക്കൊരു നാടകം കളിക്കേണ്ടി വരും. മനസ്സിലായോ? ഗായത്രി മുന്നറിയിപ്പ് കൊടുത്തു. അവൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായില്ല. എങ്കിലും മനസ്സിലായ മട്ടിൽ അയാൾ തലകുലുക്കി. തിരിഞ്ഞ് കാറിനുള്ളിലേക്ക് നോക്കി. മൃണാളിനി ആരോടോ എന്തോ പറഞ്ഞു. വിൻഡോ ഗ്ലാസിന് കറുപ്പ് നിറമായതിനാൽ ഉള്ളിൽ ആരാണ് ഉള്ളതെന്ന് കാണാൻ വയ്യ. ആ കറുത്ത മേഴ്സിഡസ് കാർ ജയശങ്കറിൻ്റെതാണെന്ന് ആതിരയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഡ്രൈവർ അയാളല്ലാതെ വേറെ ആരാവാനാണ്? ഡോർ അടിച്ചിട്ട് മൃണാളിനി ആതിരയുടെ അടുത്തേക്ക് വന്നു. അവളുടെ ഉള്ളം നാളി. മമ്മിയെ കണ്ട് അവൾ അറിയാതെ എഴുന്നേറ്റു. ഗായത്രിയും എഴുന്നേറ്റു. ഇരിക്കിരിക്കെ ഒഴിഞ്ഞുകിടന്ന നാലാമത്തെ കസേരയിൽ ഇരുന്നു കൊണ്ട് മൃണാളിനി പറഞ്ഞു. മമ്മി എന്താ ഇവിടെ? ആതിര ചോദിച്ചു. നിന്റെ ഹോസ്റ്റലിൽ പോയിട്ടാണ് ഞാൻ വരുന്നത്. എന്താ, നിനക്ക് കോളേജിലൊന്നും പോകണ്ടേ? ഇങ്ങനെ ചുറ്റിയടിച്ച് നടന്നാൽ മതിയോ? കുറ്റപ്പെടുത്തുന്ന മട്ടിൽ അവർ ചോദിച്ചു. ഇന്ന് ശനിയാഴ്ചയല്ലേ മമ്മി? ശനിയാഴ്ച ക്ലാസ് ഇല്ല. മുഖത്ത് നിന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റിയിട്ട് അവർ കർച്ചീഫ് കൊണ്ട് കവിളുകളൊപ്പി. അപ്പോഴാണ് എതിർവശത്തിരിക്കുന്ന ദിനേശിനെയും ഗായത്രിയെയും അവർ ശ്രദ്ധിച്ചത്. ഇതാരാണ്? നിങ്ങളുടെ ഫ്രണ്ടാണോ? ദിനേശിനെ നോക്കി അവർ ചോദിച്ചു. എൻ്റെ ബ്രദറാണ് ദിനേശ്, ഗായത്രി പെട്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗായത്രി നേരത്തെ സൂചിപ്പിച്ച നാടകത്തിൻ്റെ പൊരുൾ ദിനേശിന് മനസ്സിലായത്. ഏട്ടാ, ഇത് ആതിരയുടെ മമ്മിയാണ്, മിസ്സിസ് മൃണാളിനി നായർ. ഗായത്രി അവരെ ദിനേശിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഗായത്രിയെ നോക്കി ആതിര ഗൂഢമായി പുഞ്ചിരിച്ചു. ദിനേശ് എന്ത് ചെയ്യുന്നു ഇപ്പോൾ? എഞ്ചിനീയറാണ്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ. ഹോളിഡേയ്സിൽ പതിവാണോ പുറത്തുപോയി ഈ ഭക്ഷണം കഴിക്കൽ? അല്ല, ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴി, ദിനേശ് പറയാൻ തുടങ്ങി. ഗായത്രി പെട്ടെന്ന് അപകടം മണത്തറിഞ്ഞു. ഇന്നലെ മുതൽ എനിക്കൊരു തൊണ്ടവേദനയും പനിയും. ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടിന് വിളിച്ചതാ. ആതിരയെ ഡോക്ടറെ കണ്ടിട്ട് വരുമ്പോഴാ ദിനേശിനെ കണ്ടത്, ഗായത്രി പറഞ്ഞു. 3 പ്ലേറ്റ് കട്ട്ലറ്റും ശീതീകരിച്ച 3 പെപ്സിയും ഒരു ട്രേയിലാക്കി വെയിറ്റർ കൊണ്ടുവന്നു വെച്ചു. പെപ്സിയുടെ പുറത്ത് മഞ്ഞുതുള്ളികൾ പോലെ ജലക്കണങ്ങൾ. പനിയും തൊണ്ടവേദനയും ആയിട്ടാണോ തണുപ്പിച്ച ഡ്രിങ്ക്സ് കുടിക്കാൻ പോകുന്നത്? മൃണാളിനി ചോദിച്ചു. എനിക്ക് കാപ്പി മതി എന്നല്ലേ ദിനേശേട്ടാ ഞാൻ പറഞ്ഞത്, ഗായത്രി ചോദിച്ചു. അതിനെന്താ, പെപ്സി ആതിരയുടെ മമ്മിക്ക് കുടിക്കാമല്ലോ. ദിനേശ് ഒരു കാപ്പിക്കും ഓർഡർ കൊടുത്തു. ഞങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫിൻ്റെ വൈഫ് മരിച്ചു. ഇവിടുന്ന് 8-10 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ പോയിട്ട് വന്നപ്പോൾ നിന്നെ കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച ഹോസ്റ്റലിൽ ചെന്നത്. നല്ല ദാഹം, തണുത്തതെന്തെങ്കിലും കുടിച്ചിട്ട് പോകാനാ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ കാർ നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞത്. മൃണാളിനി പെപ്സി എടുത്ത് കുടിച്ചു. കാറിൽ ജയശങ്കർ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ അയാളിരുന്ന് മുഷിയുകയായിരിക്കുമെന്ന് ആതിരയ്ക്ക് തോന്നി. മമ്മി ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ടോ? അവൾ ചോദിച്ചു. വരുന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ അറിയാമല്ലോ. നിന്നെ കണ്ടല്ലോ, ഇനി എന്തിനാ ഞാനങ്ങോട്ട് വരുന്നത്? എഴുന്നേറ്റുകൊണ്ട് അവർ ചോദിച്ചു. ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാതെ ചെന്നിരുന്ന് എന്തെങ്കിലും പഠിക്കാൻ നോക്ക് രണ്ടാളും, ഗൗരവത്തോടെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയെങ്കിലും എന്തോ ഓർത്തതുപോലെ മൃണാളിനി തിരിഞ്ഞു നിന്നു. എന്താ മമ്മി? ആതിര ചോദിച്ചു. ഒരു സന്തോഷ വാർത്തയുണ്ട്. അഞ്ജന ഗർഭിണിയാ. രവിശങ്കർ കഴിഞ്ഞ ആഴ്ച ഫോൺ ചെയ്തിരുന്നു. അഞ്ജന ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 1 ആകുന്നു. ഇപ്പോഴാണ്. മമ്മി പോയോ ചേച്ചി കാണാൻ? ആതിര ചോദിച്ചു. ഇതുവരെ സമയം കിട്ടിയില്ല, ഞാനൊരു ദിവസം പോകുന്നുണ്ട്. മൃണാളിനി പിന്നെ നിന്നില്ല. അവർ വേഗം ചെന്ന് കാറിൽ കയറി വണ്ടി മുന്നോട്ട് നീങ്ങി. മമ്മി ഇത്തിരി കർശന സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നല്ലോ, ദിനേശ് പറഞ്ഞു. അതെ, അതുകൊണ്ടാണല്ലോ ദിനേശിനെ തൽക്കാലം ഞാൻ എൻ്റെ ആങ്ങളയാക്കിയത്. അല്ലെങ്കിൽ ഇവളുടെ മമ്മി വിചാരിച്ചേനെ എൻ്റെയോ ഇവളുടെയോ ബോയ് ഫ്രണ്ട് ആയിരിക്കുമെന്ന്. അപാര ബുദ്ധി തന്നെ പെണ്ണിന്, ആതിര കളിയാക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ പോകാനായി പുറത്തിറങ്ങി. നമുക്ക് വരുന്ന തിങ്കളാഴ്ച മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടർ വർമ്മയെ കണ്ടാലോ? ദിനേശ് ചോദിച്ചു. തിങ്കളാഴ്ച ക്ലാസ്സുള്ള ദിവസമാ, ആതിര തടസ്സം പറഞ്ഞു. എന്തായാലും നാളെ ദിനേശ് ചെന്ന് ഡോക്ടർ ഈപ്പൻ ജോർജിനെ കണ്ട് റെഫറൻസ് ലെറ്റർ വാങ്ങിക്കി. സൗകര്യമുള്ള ഒരു ദിവസം നമുക്ക് പോയി കാണാം, ഗായത്രി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് അവർ അന്ന് പിരിഞ്ഞത്. ഓട്ടോറിക്ഷയിൽ ആതിരയും ഗായത്രിയും ഹോസ്റ്റലിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ദിനേശ് ഡോക്ടർ ഈപ്പൻ ജോർജിനെ കാണാൻ ചെന്നു. മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി പ്രൊഫസർ ഡോക്ടർ വർമ്മയ്ക്കുള്ള കത്ത് അദ്ദേഹം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്ത് കൊണ്ടുചെന്ന് ആതിരയെ ഏൽപ്പിക്കുന്നത് ബുദ്ധിയല്ലെന്ന് ദിനേശിന് തോന്നി. അവളെ വിശ്വസിക്കാൻ വയ്യ. ആരെയും അറിയിക്കാതെ അവൾ കത്ത് നശിപ്പിച്ച് കളഞ്ഞാലോ? എത്ര പാടുപെട്ടാണ് അവളെ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് തന്നെ. കത്ത് പ്രേംദാസിനെ നേരിട്ട് ഏൽപ്പിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. വീട്ടിലേക്കൊന്ന് പോയാലോ എന്ന് അപ്പോഴാണ് ദിനേശ് ചിന്തിച്ചത്. വല്യമ്മാവൻ്റെ വീട്ടിൽ പുതിയ എന്തെങ്കിലും സംഭവവികാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുകയും ചെയ്യാം. താമസ സ്ഥലത്ത് ചെന്ന് അയാൾ ഹെൽമെറ്റ് എടുത്ത് ധരിച്ചു. ദൂരയാത്രയ്ക്ക് പോകുമ്പോഴേ അയാൾ ഹെൽമെറ്റ് ധരിക്കാറുള്ളൂ. വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുണ്ട്, എങ്ങും പോയിട്ടില്ല. നീ വന്നത് നന്നായി. ഇന്ന് രാവിലെയും വല്യേട്ടൻ വന്നിരുന്നു. നീ വന്നിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞിട്ട് പോകാൻ. ഗിരിജയുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നാണ് വല്യേട്ടൻ്റെ ആഗ്രഹം.
എന്തിനാ വല്യമ്മാവൻ ഇത്ര ധൃതി വയ്ക്കുന്നത്? അവൾക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ദിനേശ് പറഞ്ഞു. ഏതോ ജോത്സ്യൻ അവളുടെ ജാതകം നോക്കിയിട്ട് പറഞ്ഞത്രേ, 22 വയസ്സ് തികയും മുമ്പ് കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 32 വയസ്സ് കഴിഞ്ഞേ ഭാഗ്യമുള്ളൂവെന്ന്. വരുന്ന മിഥുനത്തിൽ ഗിരിജയ്ക്ക് 22 തികയും. ഇനി 3 മാസം കൂടിയല്ലേ ഉള്ളൂ. ഒക്കെ അന്ധവിശ്വാസമാമേ, ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ? നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതറിഞ്ഞാൽ മതി എനിക്ക്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ആതിരയെ മാത്രമേ കല്യാണം കഴിക്കൂന്ന്? അതിരിക്കട്ടെ, ഡോക്ടറെ കാണാൻ പോയോ? ഇന്നലെ ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടു. ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ആ കുട്ടി ഇങ്ങനെ തലചുറ്റി വീഴുന്നത്? അതും ചോദിച്ചമ്മേ. ഹാർട്ടിൻ്റെ തകരാറ് കൊണ്ടും ഇങ്ങനെ ഇടയ്ക്ക് തലചുറ്റി വീഴുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ഇത്തവണ നീ വല്യേട്ടനെ കണ്ടിട്ട് പോയാൽ മതി. എനിക്ക് വയ്യ നീ വന്നില്ല എന്ന് നുണ പറയാൻ. വല്യമ്മാവൻ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും അമ്മേ? ഗിരിജയെ കല്യാണം കഴിക്കാൻ വയ്യെന്ന് പറയണ്ടേ? വേറൊരു പെൺകുട്ടിയുമായി ഞാൻ ഇഷ്ടത്തിലാണെന്ന് പറയണ്ടേ? മുഖത്ത് നോക്കി ഞാനിതൊക്കെ എങ്ങനെ പറയും? ഒക്കെ ശരിയാ, പക്ഷേ 3 മാസത്തിനുള്ളിൽ അവളുടെ കല്യാണം നടത്താനുള്ള വെപ്രാളത്തിലാണ് വല്യേട്ടൻ. നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അയാൾ അസഹ്യതയോടെ എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി. പുറത്തു വന്നപ്പോൾ ദിനേശ് ഞെട്ടിപ്പോയി. അയാളുടെ മുറിയുടെ മുമ്പിൽ ഭിത്തിയിൽ ചാരി നിറക്കണ്ണുകളോടെ ഗിരിജ നിൽക്കുന്നു. സങ്കടം അടക്കാൻ അവൾ പാടുപെടുന്നു. ദിനേശിനെ കണ്ടതും അവൾ മുറ്റത്തേക്കിറങ്ങി. ഗിരിജേ, ദിനേശ് പിന്നാലെ വിളിച്ചു. പക്ഷേ അവൾ തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ ഗേറ്റ് കടന്ന് അപ്രത്യക്ഷയായി. ദിനേശ് തിരിഞ്ഞു നോക്കിയത് ദാക്ഷായണിയമ്മയുടെ മുഖത്തേക്കാണ്. ഒരക്ഷരം പോലും പറയാതെ അവർ അകത്തേക്ക് പോയി. ആ രാത്രിയിൽ ദിനേശിന് ശരിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ പലതും ആലോചിച്ച് കിടന്നു. ആതിരയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. അവളെ ഉപേക്ഷിക്കാൻ വയ്യ, മറക്കാൻ വയ്യ. പക്ഷേ അമ്മയെ ധിക്കരിക്കാനും മനസ്സ് വരുന്നില്ല. ഗിരിജയ്ക്ക് വേറെ നല്ല ബന്ധം കിട്ടും. വല്യമ്മാവനോട് രാവിലെ ചെന്ന് സത്യം തുറന്നു പറയാം. അവൾക്ക് വേറെ കല്യാണം ആലോചിക്കട്ടെ. രാവിലെ ദിനേശ് ഉണർന്ന് മുൻവശത്തിരുന്ന് പത്രം വായിക്കുമ്പോഴാണ് ഗിരിജ വന്നത്. അവൾ അമ്പലത്തിൽ പോയിട്ട് വരികയായിരുന്നു. കുളി കഴിഞ്ഞ് മുടി വിടർത്തിയിട്ടിരുന്നു. നെറ്റിയിൽ ചന്ദനക്കുറി, കയ്യിലെ ഇലച്ചീന്തയിൽ പ്രസാദം. അലകൾ അടങ്ങിയ കടൽ പോലെ ശാന്തമായിരുന്നു അവളുടെ മുഖഭാവം. അവൾ ദിനേശിൻ്റെ അടുത്ത് വന്നു നിന്നു. എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അയാൾക്ക്. ദിനേശേട്ടൻ എന്താ ഒരു വിഷമം പോലെ പതിഞ്ഞ സ്വരത്തിൽ ഗിരിജ ചോദിച്ചു. ഒന്നുമില്ല, വല്യമ്മാവനെ കാണാൻ ഞാനങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു ഗിരിജെ. അവളൊന്ന് മന്ദഹസിച്ചു. വിഷാദം കലർന്ന ചിരിയായിരുന്നു അത്. ആതിരയെക്കുറിച്ച് പറയാനാണോ? ദിനേശ് നിസ്സഹായതോടെ അവളെ ഒന്ന് നോക്കി. ആതിരയെക്കുറിച്ച് ദിനേശേട്ടൻ എന്താ ആദ്യമേ എന്നോട് പറയാഞ്ഞത്? പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിൽ തോന്നിയ ആഗ്രഹം മുളയിലെ ഞാൻ നുള്ളിക്കളയുമായിരുന്നല്ലോ. ഇനിയെങ്കിലും പറ ആ കുട്ടിയെക്കുറിച്ച്. ആതിരയെക്കുറിച്ചും അവളുടെ അസുഖത്തെക്കുറിച്ചും അയാൾ വിശദമായി അവളോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കുട്ടിക്ക് ഒരാപത്തും വരില്ല ദിനേശേട്ടാ. വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ കാര്യത്തിൽ ദിനേശേട്ടൻ വിഷമിക്കരുത്. അച്ഛൻ്റെ മനസ്സ് ഞാൻ മാറ്റിയെടുത്തോളാം. പിന്നെ എല്ലാം വിധി പോലെ വരട്ടെ. ഗിരിജ പോകാനായി തിരിഞ്ഞു. പിന്നെ എന്തോ ഓർത്തതുപോലെ നിന്നു. ആതിരയുടെ പേരിൽ ഒരു മൃത്യുഞ്ജയ പൂജ നടത്തണം. ആ കുട്ടിയുടെ നാളറിയില്ലെങ്കിലും പേര് പറഞ്ഞ് ഞാനൊരു രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടാണ് വരുന്നത്. അയാളുടെ തൊണ്ടയിൽ കണ്ണീർ തടഞ്ഞു. തലയിൽ താഴ്ത്തി ഗിരിജ പടിയിറങ്ങി പോകുന്നത് നോക്കി ദിനേശ് ഒരു പ്രതിമയെ പോലെ നിന്നു. അന്ന് വൈകുന്നേരം അയാൾ ജോലി സ്ഥലത്തേക്ക് മടങ്ങി. ഇനി അത്യാവശ്യമായി ആതിരയുടെ സഹോദരനുമായി ബന്ധപ്പെടണം. ഡോക്ടർ വർമ്മയ്ക്ക് കൊടുക്കാൻ ഡോക്ടർ ഈപ്പൻ ജോർജ് നൽകിയ കത്ത് ഏൽപ്പിക്കണം. എന്തിനാണ് ആതിരയുടെ കാര്യത്തിൽ നിങ്ങളിത്ര താല്പര്യമെടുക്കുന്നത് എന്ന് പ്രേംദാസ് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? സത്യം പറഞ്ഞാൽ അയാൾ എങ്ങനെ പ്രതികരിക്കും? പ്രതികരണം അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ, ആതിരയുടെ ജീവന് ആപത്ത് വരാതെ നോക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനം. ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പ്രേംദാസിനെ കാണാൻ പോകുന്നതാണ് നല്ലത്. പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ ചെന്നപ്പോൾ ദേവഗംഗ ഓഡിയോസിലേക്ക് അയാൾ ഫോൺ ചെയ്തു. റിസീവർ ചെവിയോട് ചേർത്ത് മറുതലയ്ക്കിൽ നിർത്താതെ മുഴങ്ങുന്ന മണിയടിയും കേട്ട് അയാൾ പ്രേംദാസിൻ്റെ ശബ്ദത്തിന് കാതോർത്തു. വിരലുകൾക്കിടയിൽ എരിയുന്ന സിഗരറ്റുമായി പ്രേംദാസ് പിന്നിലേക്ക് ചാരി റിവോൾവറിംഗ് ചെയറിൽ കണ്ണുകളടച്ച് ഇരുന്നു. സൈഡ് ടേബിളിൽ വെച്ചിരുന്ന സ്റ്റീരിയോയിൽ കാസറ്റിൻ്റെ സ്പൂൾ മെല്ലെ തിരിയുന്നു. മുറിയിൽ സംഗീതസാന്ദ്രമായ ഒരു ഗാന നിർദ്ധരി ഒഴുകി നിറയുന്നു. പ്രസന്നമായ സ്വരത്തിൽ മതിമറന്ന് പാടുന്ന ഒരു പെൺകുട്ടിയുടെ യുവത്വം നിറഞ്ഞ സ്വരം. മീര പാടിയ പാട്ടുകൾ. തലേ ദിവസമാണ് റെക്കോർഡിംഗ് കഴിഞ്ഞ് 10 പാട്ടുകളടങ്ങിയ ആ മാസ്റ്റർ കാസറ്റ് റെക്കോർഡിസ്റ്റ് ഗോമസ് പ്രേംദാസിനെ ഏൽപ്പിച്ചത്. അതിനുശേഷം 5ാമത്തെ തവണയാണ് അയാൾ ഈ പാട്ടുകൾ കേൾക്കുന്നത്. രാഗമാലിക എന്നു പേര് കൊടുക്കാൻ പോകുന്ന ഈ കാസറ്റ് സംഗീത വിപണിയിൽ ഒരു സർവ്വകാല റെക്കോർഡ് തന്നെ സൃഷ്ടിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ കൃഷ്ണകുമാറിൻ്റെ 3 സോളോ, മീരയുടെ 3 സോളോ, അവർ 2 പേരും ചേർന്ന് പാടിയ 2 ഡ്യുവറ്റ്, പിന്നെ 2 ഗ്രൂപ്പും. മൊത്തം 10 പാട്ടുകൾ. മീരയുടെ പാട്ടുകളാണ് പ്രേംദാസ് ആവർത്തിച്ച് കേട്ടത്. സ്വരത്തിൻ്റെ മാധുര്യം മാത്രമല്ല, ഭാവത്തിൻ്റെ ലഹരി കൂടിയുണ്ട് അവളുടെ പാട്ടുകളിൽ. ഒരാഴ്ചക്കുള്ളിൽ 10,000 കാസ്റ്റുകൾ മാർക്കറ്റിലെത്തുന്നു. ആകർഷകമായ കളർ ബ്രോഷറുകളും പോസ്റ്ററുകളും തയ്യാറായി കഴിഞ്ഞു. ദേവഗംഗയ്ക്ക് വേണ്ടി പാടിയ ഗായകർക്ക് കൊടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും
കൂടിയ പ്രതിഫലമാണ് മീരയ്ക്ക് ഞാനീ തരുന്നത്. പക്ഷേ മീരയുടെ പാട്ടിൻ്റെ മേന്മ വെച്ച് നോക്കുമ്പോൾ ഈ സംഖ്യ വെറും തുച്ഛമാണ്. റെക്കോർഡിംഗ് കഴിഞ്ഞ് ചെക്ക് നൽകുമ്പോൾ പ്രേംദാസ് പറഞ്ഞു, തുകയല്ല സാർ പ്രധാനം, ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന പ്രതിഫലമാണിത്. നിറഞ്ഞ മനസ്സോടെ, നന്ദിയോടെ, പ്രാർത്ഥനയോടെ ഞാനിത് സ്വീകരിക്കുന്നു. ചെക്ക് വാങ്ങി ഇരു കണ്ണുകളിലും ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ ഇനിയും മീരയുടെ അടുത്ത് വരും, ഇതിലും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥനയുമായിട്ട്. ദേവഗംഗയ്ക്ക് വേണ്ടി പാടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ സാർ. ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, എപ്പോൾ വേണമെങ്കിലും ഞാൻ എത്തുമല്ലോ. മീരയെ പാടാൻ വിളിക്കുന്ന കാര്യമായിരുന്നില്ല പ്രേംദാസ് ഉദ്ദേശിച്ചത്. എന്നും തൻ്റെ ജീവിതത്തിൽ സംഗീതം നിറയ്ക്കുവാൻ തൻ്റെ സഖിയായി വരാമോ എന്നാണ് അഭ്യർത്ഥിക്കാനാണ്. അവൾക്കത് മനസ്സിലായില്ല. സമയമായിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് അയാളത് അപ്പോൾ പറഞ്ഞതുമില്ല. കാസറ്റ് പാടിത്തീർന്ന് സ്റ്റീരിയോ സ്വയം ഓഫായി. എരിഞ്ഞ് ഫിൽറ്റർ വരെ എത്തിയ സിഗരറ്റ് പ്രേംദാസ് ആശ്രയിലിട്ടു. അപ്പോഴാണ് ടെലിഫോൺ ശബ്ദിച്ചത്. ഹലോ, ദേവഗംഗ ഓഡിയോസ്. റിസീവർ എടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, മിസ്റ്റർ പ്രേംദാസ്? അതെ, എൻ്റെ പേര് ദിനേശ് മേനൻ. നമ്മളൊരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ആതിരയെ കാണാൻ വന്ന ഒരു ദിവസം റെസ്റ്റോറൻറ്റിൽ വെച്ച്. പ്രേംദാസിന് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇല്ലാത്ത കൂട്ടുകാരി സന്ധ്യയുടെ സഹോദരനാണെന്ന് ഒരു സുന്ദരമായ നുണ പറഞ്ഞ് ആതിര പരിചയപ്പെടുത്തിയ ദിനേശ്. ഓർമ്മയുണ്ട്, പറയൂ, എന്താ വിശേഷിച്ച്? എനിക്ക് താങ്കളെ അത്യാവശ്യമായി ഒന്ന് കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ്. ദിനേശിന് സംസാരിക്കാനുള്ള പ്രധാന കാര്യം എന്തായിരിക്കുമെന്ന് പ്രേംദാസിന് ഊഹിക്കാൻ കഴിഞ്ഞു. താങ്കളുടെ അനുജത്തി ആതിരയെ ഞാൻ സ്നേഹിക്കുന്നു. അവളെ എനിക്ക് വിവാഹം കഴിക്കണം. അതിനെന്താ, വിരോധമില്ല. എപ്പോഴാണ് ദിനേശിന് വരാൻ സൗകര്യം? അയാൾ ചോദിച്ചു. ഇന്ന് വന്നാൽ ഫ്രീ ആയിരിക്കുമോ? ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ്. ഇന്ന് തന്നെ കണ്ട് സംസാരിക്കാൻ മാത്രം തിടുക്കമോ? പ്രേംദാസ് വാച്ചിൽ നോക്കി. മണി 11. ഉച്ച കഴിഞ്ഞ് വേറെ പ്രോഗ്രാമൊന്നുമില്ല. ദിനേശ് വരട്ടെ. ശരി, 2 മണി. ഞാനിവിടെ ഓഫീസിലുണ്ടാവും. താങ്ക് യു. അയാൾ ഫോൺ വെച്ചു. ദിനേശ് മേനോൻ കാണാൻ സുമുഖൻ, ആരോഗ്യവാൻ, കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എഞ്ചിനീയർ. ഭേദപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലം കൂടിയുണ്ടെങ്കിൽ വേറൊന്നും നോക്കാനില്ല. കല്യാണം നടത്താം. അഞ്ജനയുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ വർഷം 1 ആയി. കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് രവിശങ്കർ. 2 അളിയന്മാരും എഞ്ചിനീയർമാർ. കൊള്ളാം. ആതിരയുടെ കല്യാണം എത്രയും വേഗം നടത്തണം. 2 സഹോദരിമാരും സുരക്ഷിത സ്ഥാനത്തെത്തി എന്ന സംതൃപ്തിയോടെ തനിക്കും കല്യാണം കഴിക്കാം. ആതിരയുടെ കല്യാണത്തിന് ശേഷം മതി മീരയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഊണ് കഴിഞ്ഞ് 2 മണിക്ക് മുമ്പ് പ്രേംദാസ് ഓഫീസിൽ തിരിച്ചെത്തി. 10 മിനിറ്റ് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇൻ്റർകോമിൽ ചന്ദ്രബാബു വിളിച്ചു. പ്രേമിനെ കാണാൻ ഒരു ദിനേശ് മേനൻ വന്നിരിക്കുന്നു. എൻ്റെ സുഹൃത്താണ്, വിട്ടോളൂ. ഉടൻ തന്നെ വാതിൽ തുറന്ന് ദിനേശ് അകത്തേക്ക് വന്നു. പ്രേംദാസ് എഴുന്നേറ്റ് അയാളുടെ കൈ പിടിച്ച് കുലുക്കി. വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം. ദിനേശ് ഇരിക്കൂ. ദിനേശ് എതിരെയുള്ള കസേരയിലിരുന്നു. ഊണ് കഴിച്ചോ? ഉവ്വ്, ദിനേശ് പറഞ്ഞു. കുടിക്കാനെന്താ വേണ്ടത്? ഇപ്പോഴൊന്നും വേണ്ട. പ്രേംദാസ് പിന്നിലേക്ക് ചാരിയിരുന്നു. ദിനേശിനെ ഒന്ന് നോക്കി. നല്ല വ്യക്തിത്വമുള്ള ചെറുപ്പക്കാരൻ തന്നെ ദിനേശ്. മനസ്സിലുള്ളത് വെളിപ്പെടുത്താൻ അയാൾ പാടുപെടുന്നത് പോലെ തോന്നി പ്രേംദാസിന്. ശരി, താൻ തന്നെ തുടങ്ങിയേക്കാം. വീട്ടിൽ ആരൊക്കെയുണ്ട് ദിനേശിന്? അമ്മ മാത്രം. അച്ഛൻ നേരത്തെ മരിച്ചു. ഞാൻ ഒരേയൊരു മകനാണ്. സഹോദരങ്ങളില്ല. ആതിരയെക്കുറിച്ച് സംസാരിക്കാനാണ് ദിനേശ് ഇപ്പോൾ വന്നതല്ലേ? അതെ. അവളെ വിവാഹം ചെയ്യാൻ ദിനേശിന് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ? അതെ. പക്ഷേ അതേക്കുറിച്ച് സംസാരിക്കാനല്ല ഞാനിപ്പോൾ വന്നത്. പിന്നെ? ആശ്ചര്യത്തോടെ പ്രേംദാസ് ചോദിച്ചു. ആരോഗ്യപരമായി ആതിരയ്ക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീഴാറുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് ചേട്ടനോട് അവൾ പറഞ്ഞിട്ടുണ്ടോ? പ്രേംദാസ് ഒന്ന് ഞെട്ടി. ഒരിക്കൽ ആതിരയെ കാണാൻ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ബോധക്ഷയം ഉണ്ടായ കാര്യം അയാളപ്പോൾ ഓർമ്മ വന്നു. അന്ന് ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല. ഉവ്വ്, ഒരിക്കൽ അവളത് പറഞ്ഞിട്ടുണ്ട്. അതത്ര നിസ്സാരമാണെന്ന് തോന്നുന്നില്ല ചേട്ടാ. പലതവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം ദിനേശ് വിശദമായി അയാളോട് പറഞ്ഞു. എല്ലാം കേട്ട് പ്രേംദാസ് തരിച്ചിരുന്നു പോയി. ഇക്കാര്യം നേരിട്ട് വന്ന് പറയേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. ആതിര ഇതൊന്നും സീരിയസായി എടുത്തിട്ടില്ല. ഡോക്ടർ വർമ്മയ്ക്കുള്ള കത്തെടുത്ത് അയാൾ പ്രേംദാസിന് കൊടുത്തു. കഴിയുന്നതും വേഗം അവളെയും കൊണ്ട് ഞാൻ ഡോക്ടർ വർമ്മയുടെ അടുത്ത് പോകാം. ഇതിത്ര ഗുരുതരമാണെന്ന് ഞാനും അറിഞ്ഞിരുന്നില്ല ദിനേശ്. കാപ്പി വന്നു. കാപ്പിയും കുടിച്ച് കുറേ നേരം കൂടി സംസാരിച്ചിരുന്നിട്ടാണ് ദിനേശ് യാത്ര പറഞ്ഞത്. അയാളോടൊപ്പം പ്രേംദാസും പുറത്തേക്ക് ഇറങ്ങി ചെന്നു. താങ്ക്സ് ദിനേശ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഉപകാരത്തിന് പ്രത്യുപകാരം പ്രതീക്ഷിക്കുവാൻ പാടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ദിനേശ് ഒന്ന് മടിച്ചു. പറയണ്ട, എനിക്ക് മനസ്സിലായി. ആതിര ദിനേശിനുള്ളതാണ്. പക്ഷേ അവളുടെ അസുഖം ഭേദമായിട്ട് മാത്രം. അത് മതി. ആശ്വാസത്തോടെയാണ് ദിനേശ് മടങ്ങിയത്. അന്ന് തന്നെ പ്രേംദാസ് ആതിരയുടെ ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്തു. മോളെ, ഇത് പ്രേമേട്ടനാണ്. നിൻ്റെ ക്ലാസ്സുകളൊക്കെ തീർന്നോ? ഇല്ല പ്രേമേട്ട, 2 ദിവസം കൂടി കഴിഞ്ഞാൽ സ്റ്റഡി ലീവ് തുടങ്ങും. പിന്നെ 1 മാസം, എന്നിട്ടേ പരീക്ഷ തുടങ്ങും. അവധിക്ക് നിനക്ക് വീട്ടിൽ വന്നിരുന്ന് പഠിച്ചുകൂടെ? എന്തിനാ പ്രേമേട്ട? സ്വസ്ഥമായിട്ടിരുന്ന് വായിക്കാൻ ഇവിടെയല്ലേ കൂടുതൽ സൗകര്യം? അവൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായി. ഇവിടെ എന്താ സ്വസ്ഥത കുറവ്? പകൽ നേരത്തെ വീട്ടിലാരും കാണത്തില്ലല്ലോ. ആരുടെയും ശല്യമില്ലാതെ നിനക്കിരുന്ന് പഠിക്കാം. മറ്റന്നാൾ ബുധനാഴ്ചയല്ലേ? വ്യാഴാഴ്ച ഞാൻ വരുന്നുണ്ട് നിന്നെ കൊണ്ടുപോകാൻ. ആതിര പല ഒഴിവു കഴിവുകളും പറഞ്ഞെങ്കിലും പ്രേംദാസ് സമ്മതിച്ചില്ല.
കൊണ്ടുവരുന്നത് ഡോക്ടറെ കാണിക്കാനാണെന്ന കാര്യം അയാൾ പറഞ്ഞതുമില്ല. വ്യാഴാഴ്ച രാവിലെ അയാൾ കാറിൽ ആതിരയുടെ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു. സ്റ്റഡി ലീവോ പരീക്ഷയോ തീരാൻ കാത്തിരിക്കേണ്ട. ഈ ആഴ്ച തന്നെ ഡോക്ടർ വർമ്മയുടെ അടുത്ത് പോകണം. പ്രേംദാസ് ചെന്നപ്പോൾ ഗായത്രി വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. പ്രേമേട്ടൻ വന്നത് നന്നായി. ആതിരയെ തനിച്ചാക്കിയിട്ട് എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ, ഗായത്രി പറഞ്ഞു. ആതിര ചെന്ന് ഒരു എയർ ബാഗുമായി വന്നു. എങ്കിൽ ഞങ്ങൾ പോകട്ടെ? ഗായത്രി തലകുലുക്കി. ശബ്ദം താഴ്ത്തി ആതിരയും ഗായത്രിയും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ആതിര വന്ന് കാറിൽ കയറിയത്. കാർ പോകുന്നു നോക്കി ഗായത്രി മുറ്റത്ത് തന്നെ നിന്നു. 2-3 ദിവസം മുമ്പ് ദിനേശ് എന്നെ കാണാൻ വന്നിരുന്നു മോളെ, കാർ കുറെ ഓടിക്കഴിഞ്ഞപ്പോൾ പ്രേംദാസ് പറഞ്ഞു. അവൾ ഞെട്ടിത്തിരിഞ്ഞ് അയാളെ നോക്കി. എന്തിനാ പ്രേമേട്ടാ? നിന്നെ ഡോക്ടർ വർമ്മയുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയാൻ? ആതിര മുഖം കുനിച്ചിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്താ മോളെ നീ എന്നെ ഒന്നും അറിയിക്കാഞ്ഞത്? നിങ്ങളൊക്കെ പേടിക്കുന്നത് പോലെ എനിക്കൊന്നും ഒരു അസുഖവുമില്ല പ്രേമേട്ടാ. എൻ്റെ കാര്യം എനിക്കെല്ലാം അറിയൂ. എന്നാലും തലചുറ്റി വീണ കാര്യം നിനക്കെന്നോട് പറയാമായിരുന്നു. വെറുതെ എല്ലാവരെയും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ. എല്ലാവരെയും പോരാണോ നിനക്ക് നിൻ്റെ പ്രേമേട്ടൻ? അയാളുടെ സ്വരത്തിലെ നീറ്റൽ മനസ്സിലായപ്പോൾ ആതിരയുടെ കണ്ണുകൾ നനഞ്ഞു. സാരമില്ല, പ്രേമേട്ടൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല മോളെ, അവളുടെ ചുമലിൽ കൈവച്ച് അയാൾ പറഞ്ഞു. അഞ്ജനത്തിലേക്കാണ് അയാൾ അവളെ കൊണ്ടുചെന്നത്. ആ നേരത്ത് മൃണാളിനിയോ മധുസൂദനൻ നായരോ അവിടെ ഉണ്ടായിരുന്നില്ല. അടുക്കളക്കാരി കനകമ്മ മാത്രമുണ്ട്. പണിക്കാരൻ കുമാരൻ പുറത്തെവിടെയോ പോയിരിക്കുന്നു. ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം തൽക്കാലം ആരോട് പറയണ്ട കേട്ടോ, പ്രേംദാസ് ആതിരയോട് പറഞ്ഞു. അവൾ തലകുലുക്കി. ഞാൻ നാളെ ഫോൺ ചെയ്യാം. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ വിളിക്കണം. ഞാൻ വീട്ടിലോ ഓഫീസിലോ കാണും. പ്രേംദാസ് പോയി. മോൾ വരുന്ന കാര്യം ആരും ഇവിടെ പറഞ്ഞതേയില്ലല്ലോ, കനകമ്മ പറഞ്ഞു. പെട്ടെന്ന് തീരുമാനിച്ചതാ കനകമ്മേ. കോളേജ് അടച്ചോ? ഇല്ല, പരീക്ഷയ്ക്ക് ഇനിയും പോകണം. കനകമ്മ അവൾക്ക് ചോറ് കൊടുത്തു. ഊണ് കഴിഞ്ഞ് അവൾ മുകളിലുള്ള തൻ്റെ മുറിയിൽ ചെന്ന് കിടന്നു. ക്ഷീണം കാരണം അവൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ മണി 4. അവൾ കുളിച്ചു. അമ്പലത്തിൽ നിന്ന് പോയാലോ എന്ന് അവൾക്ക് തോന്നി. ആകാശത്ത് നേരിയ മഴക്കാറുണ്ട്. മഴ പെയ്താലോ? മഴ പെയ്യുമോ കനകമ്മേ? ഇപ്പോഴെന്തായാലും പെയ്യത്തില്ല മോളെ. കുംഭമല്ലേ, രാത്രിയിൽ മഴ കാണും. ഞാനെന്നാൽ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. പോയിട്ട് വാ. ആതിര അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങി. മാനത്ത് മഴക്കാർ ഉരുണ്ടു കൂടുകയായിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ ആതിര അവളുടെ മുറിയിലിരുന്ന് പഠിക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റ് ചെന്ന് മുകളിലത്തെ നിലയുള്ള എക്സ്റ്റൻഡ് ഫോണിൻ്റെ റിസീവർ എടുത്തു. ഹലോ മോളെ, ഇത് ഞാനാണ്, പ്രേമേട്ടൻ. ഡാഡിയും മമ്മിയും പോയോ ഓഫീസിൽ? പോയി പ്രേമേട്ടാ. നീ എന്തെടുക്കുമായിരുന്നു? വായിക്കുമായിരുന്നു. പ്രേമേട്ടൻ ഇപ്പോൾ എവിടുന്നാണ് വിളിക്കുന്നത്? വീട്ടിൽ നിന്നോ അതോ ഓഫീസിൽ നിന്നോ? ഓഫീസിൽ നിന്നാ. ഒരു കാര്യം അറിയിക്കാനാ മോളെ ഞാനിപ്പോൾ വിളിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഇന്നലെ ഡോക്ടർ വർമ്മയെ കോൺടാക്ട് ചെയ്തായിരുന്നു. വേണുവിന് നല്ല അടുപ്പമുള്ള ആളാണ് ഡോക്ടർ. അത് കാരണം ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഡോക്ടറെ കാണാനുള്ള സമയം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്ര ധൃതി വേണോ പ്രേമേട്ടാ? ഡോക്ടർ വർമ്മയെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെങ്കിൽ 1 മാസം മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം. ഭാഗ്യത്തിന് നമുക്കിന്ന് ഡേറ്റ് കിട്ടിയത്. ഇന്ന് പോയില്ലെങ്കിൽ 1 മാസം കാത്തിരിക്കേണ്ടി വരും മോളെ. അത് മതി പ്രേമേട്ടാ, ആതിര മടിയോടെ പറഞ്ഞു. അത് പോരാ മോളെ, ഇപ്പോൾ ഞാൻ പറയുന്നതിനനുസരിച്ചാൽ മതി. 12 ആകുമ്പോൾ ഞാൻ വരും. നീ റെഡിയായി നിൽക്കണം. പോകുന്ന വഴി ഭക്ഷണം കഴിക്കാം. കൂടുതലൊന്നും പറയാതെ പ്രേംദാസ് ഫോൺ വെച്ചു. ആതിര ക്ലോക്കിൽ നോക്കി. മണി 11. അവൾ മുറിയിലേക്ക് ചെന്ന് വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം അടച്ചു വെച്ചു. മെഡിക്കൽ കോളേജിനടുത്താണ് ഡോക്ടർ വർമ്മ താമസിക്കുന്നത്. അവിടേക്ക് 1 മണിക്കൂർ യാത്ര. യാത്രകൾ ഇഷ്ടമാണ്, പ്രത്യേകിച്ചും പ്രേമേട്ടനോടൊപ്പമുള്ള യാത്രകൾ. പക്ഷേ ഡോക്ടറെ കാണാനുള്ള യാത്ര അത്ര സുഖകരമാവുമെന്ന് അവൾക്ക് തോന്നിയില്ല. 12 ആകുമ്പോൾ പ്രേമേട്ടൻ വരും. വേഷം മാറി തയ്യാറായി നിൽക്കാം. അലമാര തുറന്ന് തവിട്ട് നിറത്തിലുള്ള ചുരിദാർ എടുത്ത് ആതിര ധരിച്ചു. ഗായത്രിയുടെ സെലക്ഷനാണത്. ഭംഗിയുള്ള ഉടുപ്പുകൾ തിരഞ്ഞെടുക്കാൻ അവൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്ത് ചെന്ന് നിലക്കണ്ണാടിയുടെ മുന്നിലിരുന്നു കൊണ്ട് അവൾ മുടി ചീകാൻ തുടങ്ങി. മോളെങ്ങാട്ട് യാത്ര പോകാമെന്ന് തോന്നുന്നല്ലോ, അവളെ കണ്ട് കനകമ്മ പറഞ്ഞു. ഞാനൊരു സ്ഥലം വരെ പോവുക കനകമ്മേ. പ്രേമേട്ടനിപ്പം വരും എന്നെ കൊണ്ടുപോകാൻ. എവിടെ മോളെ? ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം തൽക്കാലം ആരോടും പറയണ്ട എന്നാണല്ലോ പ്രേമേട്ടൻ്റെ നിർദ്ദേശം. ഒരു സിനിമയ്ക്ക് പോകണമെന്ന് ഞാൻ ഇന്നലെ പ്രേമേട്ടനോട് വെറുതെ പറഞ്ഞായിരുന്നു. ചിലപ്പോൾ മാഞ്ഞു കാണാനായിരിക്കും. ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു ഒരുങ്ങി നിൽക്കാൻ. അപ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കണ്ടേ? ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ചോളാം. പെട്ടെന്ന് പുറത്ത് കാറിൻ്റെ ഹോൺ മുഴങ്ങി. പ്രേമേട്ടനായിരിക്കും. രക്ഷപ്പെടുന്നത് പോലെ അവൾ വേഗം മുൻവശത്തേക്ക് പോയി. പ്രേംദാസ് ആയിരുന്നു വന്നത്. 12 ആയില്ലല്ലോ പ്രേമേട്ടാ. പോകുന്ന കാര്യം നീ മറന്നെങ്കിലോ എന്ന് വിചാരിച്ച് നേരത്തെ പോന്താ. വാ പോകാം. പ്രേംദാസ് കാറിൻ്റെ മുൻവാതിൽ തുറന്നു കൊടുത്തു. അവൾ വണ്ടിയിൽ കയറിയിരുന്നു. സീറ്റിൽ വെച്ചിരുന്ന ബ്രൗൺ പേപ്പർ കവർ അപ്പോഴാണ് അവൾ കണ്ടത്. മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ നടത്തിയ ടെസ്റ്റുകളുടെ റിസൾട്ടാണ് അതിനുള്ളിലെന്ന് അവൾക്ക് മനസ്സിലായി. കവറിന് പുറത്ത് ആശുപത്രിയിലെ പേരുണ്ടായിരുന്നു. ദിനേശ് കൊണ്ടുവന്ന് തന്നതാണ്, പ്രേംദാസ് പറഞ്ഞു. ആതിര ഒന്നും മിണ്ടിയില്ല. പിൻസീറ്റിലേക്ക് ചാരി അവൾ ഓർമ്മകളിൽ മുഴുകിയിരുന്നു. എത്ര ആഹ്ലാദകരമായിരുന്നു ദിനേശിനെ പരിചയപ്പെട്ട ആദ്യ നാളുകൾ. പ്രണയത്തിൻ്റെ മധുരവും സുഖമുള്ള നോവും അനുഭവിച്ച ദിനങ്ങളായിരുന്നു അവ. ശുദ്ധ മനസ്സാണ് ദിനേശിൻ്റേത്, കുട്ടികളെപ്പോലെ നിഷ്കളങ്കൻ. നീ എന്താ മോളെ ഇപ്പോൾ ആലോചിക്കുന്നത്? പൊടുന്നനെ പ്രേംദാസ് ചോദിച്ചു. ദിനേശിനെ കുറിച്ചാണ് പ്രേമേട്ടാ, അവൾ സത്യം പറഞ്ഞു. ആത്മാർത്ഥതയുള്ളവനാ ദിനേശ്. അവൻ ആവശ്യപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തും.
കാർ ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. രോഗിയായ ഒരു പെണ്ണിനെ മരുമകളായി സ്വീകരിക്കാൻ ദിനേശിൻ്റെ അമ്മ ആഗ്രഹിക്കുകയില്ല പ്രേമേട്ട. ആർക്കാ മോളെ രോഗം വരാത്തത്? രോഗം വന്നാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാനാണ് ഈ നാട്ടിൽ ഡോക്ടർമാരും ആശുപത്രികളും ഉള്ളത്, നിസ്സാരമട്ടിൽ അയാൾ പറഞ്ഞു. പക്ഷേ എൻ്റേത് ഒരു മാറാ രോഗമാണെങ്കിലോ? അയാൾ ആ ചോദ്യം ചിരിച്ചു തള്ളി. നിനക്ക് ഒരേയൊരു മാറാരോഗം മാത്രമേ ഉള്ളൂ, ഈ സംശയരോഗം. 1 മണിയായപ്പോൾ അവർ മെഡിക്കൽ കോളേജിനടുത്തുള്ള ടൗണിലെത്തി. ടൗണിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് മുന്നിലാണ് പ്രേംദാസ് കാർ നിർത്തിയത്. ഇവിടെ നല്ല ഒന്നാന്തരം ബിരിയാണി കിട്ടും. വെജിറ്റേറിയൻ ഊണും മോശമല്ല. നീ എന്തു പറയുന്നു? വെജിറ്റേറിയൻ ഊണ് മതി പ്രേമേട്ട. സാമ്പാറും തൈരും പപ്പടവും പായസമൊക്കെ കൂട്ടി എനിക്ക് ഉണ്ണണം. പ്രേമേട്ടൻ്റെ പിറന്നാളിൻ്റെ അന്ന് കിട്ടേണ്ടിയിരുന്ന ഊണാണ്. പിറന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സദ്യ നഷ്ടപ്പെട്ടല്ലോ എന്ന സങ്കടമായിരുന്നു ഗായത്രിക്ക്. സാരമില്ല, എൻ്റെ അടുത്ത പിറന്നാളിന് നമുക്ക് ഗായത്രിയെയും ക്ഷണിക്കാം. പ്രേമേട്ടൻ്റെ അടുത്ത ജന്മദിനം വരെ ഞാനുണ്ടാവുമോ എന്ന് ആർക്കറിയാം. അയാൾ അവളെ രൂക്ഷഭാവത്തിലൊന്ന് നോക്കി. അവൾ മന്ദഹസിച്ചു. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ മണി 2. അവർ പിന്നെ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഡോക്ടേഴ്സ് കോളനിയിലേക്കാണ് പോയത്. ഡോക്ടർ വർമ്മയുടെ വീട് കണ്ടുപിടിക്കാൻ ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. വരാന്തയിലുണ്ടായിരുന്ന കസേരകളിൽ മറ്റു സന്ദർശകരോടൊപ്പം പ്രേംദാസും ആതിരയും കാത്തിരുന്നു. കൃത്യം 2:30 ആതിരയുടെ പേര് വിളിക്കപ്പെട്ടു. അവളോടൊപ്പം പ്രേംദാസ് ഉള്ളിലേക്ക് ചെന്നു. ഡോക്ടർ വർമ്മ സൗമ്യ ഭാവമുള്ള ഒരു 50-കാരനായിരുന്നു. വെളുത്തു തടിച്ച ശരീരം, മുടി പാതിയും നരച്ചിരുന്നു. ഡോക്ടർ ഈപ്പൻ ജോർജിൻ്റെ കത്താണ് പ്രേംദാസ് ആദ്യം കൊടുത്തത്. ഡോക്ടർ വർമ്മ അത് വായിച്ചു നോക്കിയിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ പരിശോധിച്ചു. പിന്നെ രോഗവിവരം വിശദമായി ചോദിച്ച് മനസ്സിലാക്കി. ഹൃദയമെടുപ്പും ഞാടിയും സൂക്ഷ്മമായി നോക്കി. വിശദമായ പരിശോധന കൂടാതെ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയില്ല മിസ്റ്റർ പ്രേംദാസ്. ഹൃദയ സംബന്ധമായ 2-3 ടെസ്റ്റുകൾ നടത്തണം. അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് മതി ചികിത്സ തുടങ്ങുന്നത്, ഒടുവിൽ ഡോക്ടർ വർമ്മ പറഞ്ഞു. ശരി ഡോക്ടർ. പ്രിസ്ക്രിപ്ഷൻ പാഡിൽ ഡോക്ടർ ടെസ്റ്റുകളുടെ വിവരങ്ങൾ കുറിച്ചു കൊടുത്തു. റിസൾട്ടുമായി എന്നാണ് ഡോക്ടർ ഇനി ഞങ്ങൾ വരേണ്ടത്? പ്രേംദാസ് ചോദിച്ചു. ഡോക്ടർ വർമ്മ ഡയറി തുറന്നു നോക്കി. ഒരു സ്പെഷ്യൽ കേസ് എന്ന നിലയിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിലുള്ള ഒരു ഡേറ്റ് തരാം. 17-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണി. എന്താ? വരാം ഡോക്ടർ. അന്ന് തന്നെ വരണം, നീട്ടിവെക്കണ്ട. അന്ന് വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ 3 ആഴ്ച കൂടി കഴിഞ്ഞ് ഡേറ്റ് തരാൻ എനിക്ക് കഴിയൂ. 17-ാം തീയതി തന്നെ വരാം ഡോക്ടർ. നന്ദി പറഞ്ഞ് അവർ പുറത്തിറങ്ങി. തിരിച്ചു പോരുമ്പോൾ ആതിര അസാധാരണമാവിധം നിശബ്ദയായിരുന്നു. നീ എന്താ മോളെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു പ്രേമേട്ട. എന്തിന്? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? വിശദമായ പരിശോധനകൾക്ക് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന്. അധികം നീട്ടിവെക്കേണ്ടാന്നും. സംഗതി സീരിയസ് ആണ്. പ്രേമേട്ടന് മനസ്സിലായില്ലേ? പ്രേംദാസ് ചിരിച്ചു. നീ ഇത്ര മണ്ടിയായി പോയല്ലോ എൻ്റെ ആതിരെ. ഒരു ജലദോഷമുണ്ടായിട്ട് നമ്മൾ ചെന്നാലും ഡോക്ടർമാർ ഇങ്ങനെയേ പറയൂ. വലിയ ഏതോ രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി എന്ന ഭാവവും കാണിക്കും ഒടുവിൽ. ഇതൊക്കെ തൊഴിൽപരമായ ചില തന്ത്രങ്ങളല്ലേ? അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. സത്യത്തിൽ അയാൾക്കു നേരിയ ആശങ്ക തോന്നിയിരുന്നു. ആതിരയെ അഞ്ജനത്തിൽ കൊണ്ടു ചെന്ന് വിട്ടിട്ടാണ് പ്രേംദാസ് പോയത്. പ്രേംദാസ് അന്ന് ദേവഗംഗയുടെ ഓഫീസിലെത്തി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ദിനേശ് അയാളെ കാണാൻ വന്നത്. എന്താ ദിനേശ് ഇത്ര രാവിലെ? ആതിരയുടെ വിവരങ്ങൾ അറിയാൻ വന്നതാ പ്രേമട്ട. ഡോക്ടർ വർമ്മയെ കാണാൻ പോയില്ലേ? ഇന്നലെ ഞങ്ങൾ പോയിരുന്നു. ഡോക്ടർ വർമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രേംദാസ് അയാളെ അറിയിച്ചു. 2-3 ടെസ്റ്റുകളുണ്ട്. ECG, എക്കോ, ഹോൾട്ടർ. റിസൾട്ടുമായി 17-ാം തീയതി ചെല്ലണം. ആതിരയ്ക്ക് ഗൗരവ സ്വഭാവമുള്ള ഒരസുഖവും കാണുകയില്ലെന്ന പ്രേമട്ട എൻ്റെ വിശ്വാസം, പ്രതീക്ഷയും, ദിനേശ് പറഞ്ഞു. അപ്പോഴാണ് ചന്ദ്രബാബു ഒരു ഫാക്സ് മെസ്സേജുമായി വന്നത്. എന്താ ബാബു ഇത്? കടലാസ് വാങ്ങി വായിച്ചു നോക്കിക്കൊണ്ട് പ്രേംദാസ് ചോദിച്ചു. അടുത്ത 17-ാം തീയതി മദ്രാസിൽ ചെല്ലണമെന്ന് അറിയിക്കാൻ ഉണ്ണി അയച്ച ഫാക്സാണ് പ്രേമ. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ ആശുപത്രിക്കായി ജപ്പാനിൽ നിന്ന് ചില ആധുനിക ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ആലോചിക്കുകയാണ് പ്രേംദാസ്. കമ്പനിയുടെ പ്രതിനിധികൾ 17-ാം തീയതി ഹോട്ടൽ ചോളയിലുണ്ടാവും. രാവിലെ 11 മണിക്ക് കാണാൻ അനുവാദം കിട്ടിയിരിക്കുന്നു. എന്തു ചെയ്യും? 17-ാം തീയതിയാണ് ആതിരയും കൊണ്ട് ഡോക്ടർ വർമ്മയെ കാണാൻ പോകേണ്ടത്. എന്താ പ്രേമേട്ട കാര്യം? അയാളുടെ മുഖത്ത് പ്രതിഫലിച്ച ആശയക്കുഴപ്പം കണ്ട് ദിനേശ് ചോദിച്ചു. ഫാക്സ് മെസ്സേജ് അയാൾ ദിനേശിന് വായിക്കാൻ കൊടുത്തു. ജപ്പാൻകാരുമായുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനമാണ് ദിനേശ്. പക്ഷേ അതിലും വലുതല്ലേ ആതിരയുടെ കാര്യം. മദ്രാസ് യാത്ര വേണ്ടെന്ന് വയ്ക്കുകയാണ് ഞാൻ, പ്രേംദാസ് പറഞ്ഞു. ദിനേശ് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ഒന്നും മടിച്ചു. എന്താ ദിനേശ്? അയാൾ ചോദിച്ചു. പ്രേമേട്ടൻ 17-ാം തീയതി മദ്രാസിലേക്ക് പോയിക്കോളൂ. ആ യാത്ര മുടക്കണ്ട. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ആതിരയെ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. പ്രേംദാസിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. പിറ്റേ ദിവസം തന്നെ മദ്രാസ് യാത്രയ്ക്കുള്ള ടിക്കറ്റ് അയാൾ റിസർവ് ചെയ്തു. 16-ാം തീയതി ഉച്ചയ്ക്കാണ് ട്രെയിൻ. അപ്പോൾ 17-ാം തീയതി നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നില്ല അല്ലേ? അതറിഞ്ഞപ്പോൾ ആതിര ആശ്വാസത്തോടെ പറഞ്ഞു. നമ്മൾ പോകുന്നില്ല, പക്ഷേ നിങ്ങൾ പോകുന്നു. നീയും ദിനേശും കൂടി. പ്രേമേട്ട, അവൾ വിശ്വസിക്കാനാവാതെ അയാളെ നോക്കി. അതേ മോളെ, നിന്നെ ഞാൻ അവനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളൊന്നും പറഞ്ഞില്ല. ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ ലാബിൽ ആതിരയെ കൊണ്ടുചെന്ന് പ്രേംദാസ് 3 ടെസ്റ്റുകളും നടത്തി റിസൾട്ട് വാങ്ങിവെച്ചു.
16-ാം തീയതി രാവിലെ ദിനേശ് ദേവഗംഗയിലേക്ക് വന്നു. പ്രേംദാസ് അയാളെയും കൊണ്ട് പ്രേമസദനത്തിലേക്ക് പോയി. ദിനേശ് ഇന്നിവിടെ താമസിക്കൂ. നാളെ അഞ്ചരത്തിൽ ചെന്ന് ആതിരയെയും കൊണ്ട് ഡോക്ടർ വർമ്മയെ കാണാൻ പോകണം. എല്ലാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ദിനേശ് തലകുലുക്കി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ദിനേശ് അഞ്ചരത്തിൽ ചെന്നു. ആതിര തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഡോക്ടർ വർമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ മണി 2:30. 3 മണിയായപ്പോൾ ആതിര വിളിക്കപ്പെട്ടു. അവളോടൊപ്പം ചെന്ന് ദിനേശിനെ കണ്ട് ഡോക്ടർ ഒന്ന് നോക്കി. പ്രേംദാസ് ഒരു അത്യാവശ്യം പ്രമാണിച്ച് മദ്രാസിന് പോയിരിക്കുകയാണ് ഡോക്ടർ. ഞാൻ ദിനേശ് മേനോൻ. പ്രേംദാസിൻ്റെ ബന്ധുവാണോ ദിനേശ്? ദിനേശ് ആതിരയെ ഒന്ന് നോക്കി. ബന്ധുവാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാനും ആതിരയും തമ്മിൽ ഇപ്പോൾ സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ. ആതിരയുടെ പരീക്ഷ കഴിഞ്ഞാൽ ഞങ്ങൾ വിവാഹിതരാവുകയാണ്. അയാൾ അല്പം ഒരു ലജ്ജയോടെ പറഞ്ഞു. ഗുഡ്, എൻ്റെ ആശംസകൾ. പിന്നെ ഗൗരവപൂർവ്വം ഡോക്ടർ വർമ്മ ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. ആതിരയും ദിനേശും അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. ഡോക്ടറുടെ മുഖഭാവത്തിൽ നിന്ന് അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു പേപ്പർ കൂടി കിട്ടാനുണ്ടല്ലോ ദിനേശ്. പ്രിസ്ക്രിപ്ഷൻ പാഡിൽ എന്തോ ഒന്നെഴുതി ഡോക്ടർ അയാൾക്ക് കൊടുത്തു. ദയവായി ആതിരയെ പുറത്തിരുത്തിയിട്ട് തനിച്ചു വരിക. അങ്ങനെയാണ് ഡോക്ടർ ആ കടലാസിൽ എഴുതിയിരുന്നത്. ദിനേശ് ഒന്ന് പകച്ചു. ആതിര ഇനി ഇരിക്കണമെന്നുണ്ടോ ഡോക്ടർ? അയാൾ ചോദിച്ചു. ഇല്ല, പോയിക്കോളൂ. അവർ രണ്ടുപേരും പുറത്തിറങ്ങി. ആതിര ഇവിടെ ഇരിക്കൂ. കാറിലൊരു കടലാസുണ്ട്. ഞാനതെടുത്ത് ഡോക്ടർ കാണിച്ചിട്ട് വരാം. വരാന്തയിലെ കസേരയിൽ അവളെ ഇരുത്തിയിട്ട് ദിനേശ് പറഞ്ഞു. അവൾ തലകുലുക്കി. അയാൾ കാറിനടുത്തേക്ക് ചെന്ന് ഡാഷ്ബോർഡ് തുറന്നു നോക്കി. ഭാഗ്യത്തിനതിൽ ചില കടലാസുകളുണ്ടായിരുന്നു. അതിലൊന്ന് എടുത്തുകൊണ്ട് അയാൾ വീണ്ടും ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. ദിനേശ് ഇരിക്കൂ, ഡോക്ടർ പറഞ്ഞു. അയാൾ ഇരുന്നു. ആതിരയെ വിവാഹം ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞോ? അതെ ഡോക്ടർ. എന്നാൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ്. ആതിര മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കിനി അധികം ആയുസില്ല. കഷ്ടിച്ച് 3 മാസം, ഏറിയാൽ 6 മാസം. കേട്ടത് വിശ്വസിക്കാനാവാതെ ദിനേശ് ഡോക്ടറെ പകച്ചു നോക്കി. ആതിര മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കിനി അധികം ആയുസില്ല. കഷ്ടിച്ച് 3 മാസം, ഏറിയാൽ 6 മാസം. ഡോക്ടർ വർമ്മ പറഞ്ഞ വാക്കുകൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തോടെ ദിനേശിൻ്റെ മനസ്സിലേക്ക് എത്തുവാൻ ഒരു നീണ്ട നിമിഷമെടുത്തു. അയാൾ നടുങ്ങിപ്പോയി. ഈശ്വരാ, ഞാൻ എന്താണ് ഈ കേട്ടത്? നോ നോ, ഞാൻ വിശ്വസിക്കുകയില്ല. എവിടെയോ എന്തോ പിശക് പറ്റിക്കാണും. ഡോക്ടറുടെ നിഗമനം ശരിയാവണമെന്നില്ല. കസേര കയ്യിൽ അള്ളി പിടിച്ചുകൊണ്ട് ക്ഷോഭത്തോടെ ദിനേശ് പറഞ്ഞു. ഡോക്ടർ വർമ്മ ശാന്തത കൈവിടാതെ അയാളെ ഒന്ന് നോക്കി. എൻ്റെ നിഗമനം ശരിയായില്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുകയുള്ളൂ മിസ്റ്റർ ദിനേശ്. ജീവിത വസന്തത്തിൻ്റെ വാതിൽപ്പടിയിലെത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആതിര. ആ വസന്തകാലം വിധി അവൾക്ക് നിഷേധിക്കരുതേ എന്നാണ് മനുഷ്യസ്നേഹിയായ ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം. പക്ഷേ ലാബറട്ടറി റിപ്പോർട്ടുകൾ അതേപടി വിശ്വസിക്കാമോ ഡോക്ടർ? അവയിൽ എന്തെങ്കിലും തെറ്റുപറ്റിയതാകാൻ സാധ്യതയില്ലേ? നിസ്സഹായതയോടെ ദിനേശ് ചോദിച്ചു. നിങ്ങൾ ടെസ്റ്റുകൾക്കായി പോയത് ഏറ്റവും പ്രശസ്തമായ ലാബിലേക്കാണ്. തെറ്റ് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് 3 ടെസ്റ്റുകളിലും ഒരുപോലെ. ഡോക്ടർ വർമ്മ ആ ടെസ്റ്റ് റിപ്പോർട്ടുകളിൽ നോക്കി ഒരു നിമിഷം ഇരുന്നു. രോഗം അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ആതിര ഇപ്പോൾ വിധിയുടെ ഔദാര്യത്തിലാണ് ജീവനോടെ ഇരിക്കുന്നത്. ദിനേശിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. എന്ത് രോഗമാണ് ആതിരയ്ക്ക്? ചികിത്സിച്ചാൽ ഫലമൊന്നും ഉണ്ടാകത്തില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? വളരെ അപൂർവ സ്വഭാവമുള്ള ഒരു രോഗമാണിത്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിനിടയ്ക്ക് എനിക്ക് കിട്ടുന്ന 3ാമത്തെ കേസാണിത്. രോഗനിർണയം നടത്താൻ കഴിഞ്ഞെങ്കിലും മറ്റു 2 പേരും ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ മരണമടഞ്ഞു. ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നോ മറ്റു ചികിത്സയോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് ദുഃഖകരമായ സത്യം. എന്തു പറയണമെന്നറിയാതെ ദിനേശ് തലത്താഴ്ത്തിയിരുന്നു. സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അയാൾക്ക് അനുഭവപ്പെട്ട വേദന. ഒന്നുറക്കെ പൊട്ടിക്കരയാൻ അയാൾ ആഗ്രഹിച്ചു. ഇനി 3 മാസത്തിലധികം ആതിര ഹൃദയധമനികളെ ബാധിക്കുന്ന ഒരു തരം അസാധാരണ രോഗമാണിത്. പല ധമനികൾക്കും കേടുപാടുകൾ തീർക്കാനാവാത്ത വിധം ഇപ്പോൾ തന്നെ നാശം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിറക്കണ്ണുകൾ ഉയർത്തി ദിനേശ് ഡോക്ടറെ ഒന്ന് നോക്കി. ആതിര ഇതറിയുമ്പോൾ? ഇല്ല, ഒരിക്കലും അവൾ ഇതറിയാൻ പാടില്ല. ലാബറട്ടറി റിപ്പോർട്ടുകൾ എടുത്ത് ഡോക്ടർ വർമ്മ വീണ്ടും കവറിനുള്ളിലാക്കി. തനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം തീർന്നെന്ന് ദിനേശിന് മനസ്സിലായി. അടുത്ത രോഗി പുറത്ത് കാത്തിരിക്കുന്നുണ്ടാവും. എങ്കിൽ ഞാൻ... ദിനേശ് മെല്ലെ എഴുന്നേറ്റു. കൂടുതലായൊന്നും ചെയ്യാനില്ലാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട് മിസ്റ്റർ ദിനേശ്. എനിക്കൊന്നേ പറയാനുള്ളൂ. ബി ബ്രേവ് ആൻഡ് ടേക്ക് എവറിത്തിങ് ആസ് ഇറ്റ് കംസ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. പോകാനായി ദിനേശ് തിരിഞ്ഞു. ആതിരയെ ഒന്നും അറിയിക്കണ്ട എന്ന ആഗ്രഹമെങ്കിൽ ഈ നിലയിൽ നിങ്ങളെ കണ്ടാൽ അവൾ എന്ത് വിചാരിക്കും? ഡോക്ടർ ചോദിച്ചു. ഡോക്ടറുടെ മുറിയിൽ ഒരു വാഷ് ബേസിനും അതിനു മുകളിൽ ഭിത്തിയിൽ ഉറപ്പിച്ച നിലക്കണ്ണാടിയും ഉണ്ടായിരുന്നു. വാഷ് ബേസിനടുത്തേക്ക് ചെന്ന് ദിനേശ് കണ്ണാടിയിൽ നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, ചുവന്നു പോയ മൂക്ക്, നെറ്റിയിലേക്ക് ചിതറി വീണ മുടി. അയാൾ ടാപ്പ് തുറന്ന് 2 കൈകളിലും വെള്ളമെടുത്ത് വീണ്ടും വീണ്ടും കണ്ണുകൾ കഴുകി. കർച്ചീഫെടുത്ത മുഖം അമർത്തി തുറച്ചു. ചീപ്പെടുത്ത മുടി ചീകി വെച്ചു. കണ്ണാടിയിൽ മുഖം നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. ഇതും കയ്യിൽ വെച്ചോളൂ. മെഡിക്കൽ റിപ്പോർട്ടുകൾ നീട്ടി ഡോക്ടർ വർമ്മ പറഞ്ഞു. അത് വാങ്ങി ഡോക്ടർക്ക് വീണ്ടും നന്ദി പറഞ്ഞ് ദിനേശ് വേച്ച് പുറത്തേക്കിറങ്ങി. വരാന്തയിൽ ഭിത്തിയോട് ചേർത്ത് നിരയായിട്ടിരുന്ന കസേരകളിൽ രോഗികളും അവരോടൊപ്പം വന്ന ബന്ധുക്കളും കാത്തിരിക്കുന്നു. അറ്റത്തുള്ള കസേരയിൽ ചിന്താധീനയായി ആതിര.
വളരെ പാടുപെട്ട് ചുണ്ടിലൊരു ചിരി വരുത്തി ദിനേശ് അവളുടെ അടുത്തേക്ക് ചെന്നു. തനിച്ചിരുന്ന് ബോറടിച്ചു ആതിരെ? ഡോക്ടറുടെ അടുത്ത് എന്തെടുക്കുമായിരുന്നു ഇത്രയും നേരം? അതൊരു രസമുള്ള കഥയാ, വാ പറയാം. അവളെയും വിളിച്ചുകൊണ്ട് അയാൾ കാറിനടുത്തേക്ക് നടന്നു. എന്ത് രസമുള്ള കഥ? ദൈവമേ, എന്ത് നുണയാണ് ഞാൻ ആതിരയോട് പറയുക? എന്നെക്കുറിച്ചായിരുന്നോ സംസാരം? കാറിലേക്ക് കയറുമ്പോൾ ആതിര ചോദിച്ചു. ദിനേശിന് പെട്ടെന്ന് ഒരാശയം കിട്ടി. അല്ല, ഡോക്ടറുടെ അനിയൻ സുധീർ വർമ്മ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പരിചയപ്പെട്ട് വന്നപ്പോൾ അക്കാര്യം മനസ്സിലായേ. സുദീപം ഗവൺമെൻറ് സർവീസിലാണ്. വീട്ടുകാർ പഠിച്ച പണി 18 നോക്കിയിട്ടും അവൻ കല്യാണത്തിന് എടുക്കുന്നില്ലത്രേ. കോളേജിൽ വെച്ചെന്നാൽ വല്ല പ്രേമ നൈരാശ്യവും ഉണ്ടായിരുന്നോ എന്നാണ് ഡോക്ടർക്ക് അറിയേണ്ടത്. ഒരു വിധത്തിൽ ദിനേശ് പറഞ്ഞൊപ്പിച്ചു. അയാൾക്ക് വല്ല പ്രേമ നൈരാശ്യവും ഉണ്ടായിട്ടുണ്ടോ? കൗതുകത്തോടെ ആതിര ചോദിച്ചു. നൈരാശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രേമം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അതൊരു ക്രിസ്ത്യാനി കുട്ടിയാ. അതുകൊണ്ട് അവൻ വീട്ടിൽ പറയാൻ മടിക്കുന്നത്. അതിരിക്കട്ടെ, എൻ്റെ കാര്യം എന്ത് പറഞ്ഞു ഡോക്ടർ? ആതിരയ്ക്ക് ഒരു അസുഖവുമില്ല. കാർ ഓടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കാതെ അയാൾ പറഞ്ഞു. നുണ. സത്യം. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ തന്നെ അത് വെറും മാനസികമാണെന്ന ഡോക്ടർ വർമ്മയുടെ അഭിപ്രായം. മാനസികമോ? അവൾക്ക് മനസ്സിലായില്ല. അതെ, നല്ലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കാണ് തന്നെ കൊണ്ടുപോകേണ്ടതെന്ന്. മനക്കട്ടിയില്ലാത്ത പെൺകുട്ടിയാണത്രേ താൻ. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അത് താങ്ങാനുള്ള കരുത്തില്ല തൻ്റെ മനസ്സിന്. ലൈനിൽ ഓവർലോഡ് വരുമ്പോൾ ഫ്യൂസ് വയർ കത്തിപ്പോകുന്നത് പോലെയുള്ള ഒരു സുരക്ഷാ മാർഗമാണത്രേ ആതിരയുടെ ഈ ബോധക്ഷയങ്ങൾ. ദിനേശ് തമാശ മട്ടിൽ പറഞ്ഞു. അപ്പോഴും അയാൾ ഉള്ളിൽ കരയുകയായിരുന്നു. വിശ്വാസം വരാത്ത മട്ടിൽ ആതിര അയാളെ നോക്കി. അഞ്ജനത്തിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെന്ന് കാർ നിന്നു. ആതിര ഇറങ്ങിക്കോളൂ. ദിനേശ് കയറുന്നില്ലേ വീട്ടിൽ? വേറൊരു ദിവസം വരാം. എവിടെയെങ്കിലും ചെന്ന് ഒന്ന് പൊട്ടിക്കരയാനായിരുന്നു അയാൾക്ക് ആഗ്രഹം. അവൾ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയി. ആതിര പോകുന്നത് നോക്കി ദിനേശ് ഒരു നിമിഷം ഇരുന്നു. പിന്നെ വണ്ടി വിട്ടു. പ്രേമസദനത്തിലെത്തിയപ്പോൾ പുറത്ത് ദാമു നിൽക്കുന്നു. സാറിന് ചായ വേണോ? വേണ്ട ദാമു. ബെഡ്റൂമിൽ ചെന്ന് വേഷം പോലും മാറാതെ ദിനേശ് തളർച്ചയോടെ കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിച്ചു. പ്രേംദാസ് ആയിരുന്നു അത്, മദ്രാസിൽ നിന്ന്. നിങ്ങൾ ഡോക്ടറെ കാണാൻ പോയോ ദിനേശ്? പോയി പ്രേമേട്ടാ, കുറച്ച് മുമ്പേയാ വന്നത്. എന്ത് പറഞ്ഞു ഡോക്ടർ? ഉത്കണ്ഠയുണ്ടായിരുന്നു അയാളുടെ സ്വരത്തിൽ. എന്ത് പറയും, എങ്ങനെ പറയും? ചില പ്രശ്നങ്ങളുണ്ട്. പ്രേമേട്ടൻ എപ്പോഴാണ് വരുന്നത്? നേരിൽ കാണുമ്പോൾ ഞാൻ വിശദമായി പറയാം. വെയിലിൽ ഇന്ന് തന്നെ ഞാൻ യാത്ര തിരിക്കുന്നു. നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണും പ്രേമേട്ടാ. ശരി. അയാൾ ഫോൺ വെച്ചു. ആതിരയെക്കുറിച്ച് ഓർത്തപ്പോൾ ദിനേശിന് ഒരു മനസ്സമാധാനവും ഉണ്ടായില്ല. കുളിമുറിയിൽ വെച്ചോ ഉറങ്ങുമ്പോഴോ ആരും അടുത്തില്ലാത്തപ്പോഴോ വീണ്ടും അവൾക്ക് അസുഖമുണ്ടായാൽ, ആ ബോധക്ഷയം നീണ്ടു നിന്നാൽ, അന്ന് രാത്രി ദിനേശ് ഉറങ്ങിയതേയില്ല. രാവിലെ 7 മണിക്കാണ് മദ്രാസിൽ നിന്നുള്ള മെയിൽ എത്തുന്നത്. 7 മണിക്ക് മുമ്പേ ദിനേശ് റെയിൽവേ സ്റ്റേഷനിൽ ഹാജരായി. പക്ഷേ വണ്ടി എത്തിയപ്പോൾ മണി 7:30. ആതിരയ്ക്ക് എന്താണ് പ്രശ്നം? ദിനേശിനെ കണ്ടപ്പോൾ പ്രേംദാസ് ആദ്യം ചോദിച്ചത് അതാണ്. പ്രേമട്ടം വരൂ, ഞാൻ പറയാം. അയാളുടെ ഭാഗം എടുത്തുകൊണ്ട് ദിനേശ് കാറിനടുത്തേക്ക് പോയി. പ്രേം പിന്നാലെ ചെന്നു. ദിനേശാണ് വണ്ടി ഓടിച്ചത്. പറഞ്ഞ സമയത്ത് തന്നെ ആതിരയും കൊണ്ട് ഞാൻ ഡോക്ടർ വർമ്മയെ കാണാൻ ചെന്നു പ്രേമട്ട. മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹം വിശദമായി പരിശോധിച്ചു. എന്നിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതാണ് എനിക്കറിയേണ്ടത്. പ്രേംദാസ് അക്ഷമനായി. തലേ ദിവസം ദിനേശ് ഫോണിൽ പറഞ്ഞ കാര്യം കേട്ടതു മുതൽ അസ്വസ്ഥമായതാണ് അയാളുടെ മനസ്സ്. ബീച്ച് റോഡിലേക്കാണ് കാർ തിരിഞ്ഞത്. കടലിന് സമാന്തരമായി പോകുന്ന റോഡ്. വലതുവശത്ത് തിരകളിളകുന്ന നീലക്കടൽ. റോഡിൽ നിന്ന് ദിനേശ് കടൽ തീരത്തേക്ക് കാർ ഇറക്കി നിർത്തി. അവർ പുറത്തേക്കിറങ്ങി. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രേമട്ട. നമ്മൾ വിചാരിച്ചതുപോലൊന്നുമല്ല കാര്യങ്ങൾ. അപൂർവമായ ഒരു മാരക രോഗത്തിന് ഇരയായി തീർന്നിരിക്കുകയാണ് ആതിര. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ ഒന്നുപോലും ഇടാതെ പ്രേംദാസിനെ പറഞ്ഞു കേൾപ്പിച്ചു. ആൽബ് മറ്റവനെ പോലെ പ്രേംദാസ് കടപ്പുറത്തെ ആ പൂഴി മണ്ണിലേക്ക് കുഴച്ചിലൂടെ ഇരുന്നു. ഡോക്ടർ വർമ്മ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാമോ ദിനേശ്? ഏറെ നേരം കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു. എനിക്കറിയില്ല പ്രേമട്ട. എങ്കിലും നമ്മൾ വേറൊരു ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഈ അഭിപ്രായമായിരിക്കില്ല പറയാനുള്ളതെങ്കിലോ? അത് ശരിയാണ്. ഒരു കച്ചിത്തുരുമ്പിൽ പിടികിട്ടിയതുപോലെ പ്രേംദാസ് പെട്ടെന്ന് എഴുന്നേറ്റു. നമുക്ക് നല്ലൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ടുപിടിച്ച് അഭിപ്രായം ചോദിക്കാം. അവർ കാറിൽ കയറി. ആതിര ഇത് വല്ലതും അറിഞ്ഞോ? ആശങ്കയോടെ പ്രേംദാസ് ചോദിച്ചു. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നന്നായി. ഒന്നും അവൾ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അവൾ തകർന്നു പോകും. അവളുടെ ദുഃഖം കൂടി കാണാനുള്ള കരുത്ത് എനിക്കില്ല ദിനേശ്. പ്രേംദാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പല സുഹൃത്തുക്കളോടും അന്വേഷിച്ചപ്പോൾ മറ്റൊരു പ്രഗത്ഭനായ കാർഡിയോളജിസ്റ്റിൻ്റെ പേര് കിട്ടി. ഡോക്ടർ അബ്ദുൽ ഗഫൂർ. ഇംഗ്ലണ്ടിൽ ഉപരിപഠനം കഴിഞ്ഞ് ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഇപ്പോൾ. ഒരാഴ്ചത്തെ അവധിക്ക് അദ്ദേഹം നാട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ ചെന്നാൽ കാണാം. ഡോക്ടർ ഗഫൂറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പ്രേംദാസിന് ഒരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച മുംതാസിൻ്റെ അങ്കിളാണ് ഡോക്ടർ ഗഫൂർ. നമുക്ക് പോയി കാണാം ദിനേശ്. അപ്പോൾ തന്നെ അവർ യാത്ര തിരിച്ചു. ഡോക്ടറെ വീട്ടിലേക്കുള്ള വഴി അത്ര കൃത്യമായി അറിയില്ലായിരുന്നു പ്രേമിനെ. പലരോടും ചോദിച്ചാണ് അവർ പോയത്.
പുഴയോരത്തെ ഒരു ചെറിയ അമ്പലം കണ്ടപ്പോൾ പ്രേം പെട്ടെന്ന് കാർ നിർത്തി. ഞാനൊന്ന് തൊഴുതിട്ട് വരാം ദിനേശ്. ഒരുപാട് ദൈവാധീനം വേണ്ട സമയമായപ്പോൾ പ്രേമിനോടൊപ്പം ദിനേശും ചെന്നു. ശ്രീകോവിൽ മാത്രമുള്ള അമ്പലം. അകത്ത് മങ്ങിയ ഇരുട്ടിൽ ഒറ്റത്തിരിയുള്ള നെയ്വിളക്ക് മുനിഞ്ഞു കത്തുന്നു. ചുവന്ന പട്ടുടുത്ത ദേവി പുഞ്ചിരിക്കുന്നു. ദേവി എൻ്റെ ആതിരയ്ക്ക് ഒരാപത്തും വരുത്തരുതേ, പ്രേം മനസ്സ് ഉരുകി അപേക്ഷിച്ചു. 2 തുള്ളി കണ്ണീർ അയാളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങി താഴെ തപിച്ചു കിടന്ന മണ്ണിൽ വീണു ചിതറി. ഡോക്ടർ അബ്ദുൾ ഗഫൂറിൻ്റെ തറവാട്ട് വീട് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. മുറ്റത്ത് 2 കാറുകൾ കിടക്കുന്നു. അത് കണ്ടപ്പോൾ പ്രേംദാസിന് സമാധാനമായി. ഡോക്ടർ വീട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്. മുറ്റത്ത് അല്പം മാറി അയാൾ കാർ നിർത്തി. വീടിനുള്ളിൽ ഏതോ പെൺകുട്ടി താഴ്ന്ന സ്ഥായിയിൽ പാടുന്നു. കാറിൻ്റെ ശബ്ദം കേട്ടാവണം മധ്യവയസ്സ് കഴിഞ്ഞ ഒരാൾ പുറത്തേക്ക് വന്ന് നോക്കി. ആരാ? അയാൾ ചോദിച്ചു. ഞങ്ങൾ ടൗണിൽ നിന്ന് വരികയാണ്. എൻ്റെ പേര് പ്രേംദാസ്. ഇതെൻ്റെ സുഹൃത്ത് ദിനേശ്. ഞങ്ങൾക്ക് ഡോക്ടർ ഗഫൂറിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ഇവിടുത്തെ മുംതാസും ഞാനും കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. എന്തെങ്കിലും തടസ്സം എന്തെങ്കിലും എന്ന് ഭയന്ന് മുംതാസിൻ്റെ കാര്യം ആദ്യം തന്നെ പ്രേം പറഞ്ഞു. മുംതാസ് എൻ്റെ മോളാണ്. വരൂ, അകത്തിരിക്കാം. ഗഫൂർക്ക് മോളിലുണ്ട്, ഞാൻ വിളിക്കാം. അയാൾ അവരെ സന്തോഷത്തോടെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. മുംതാസ് ഇപ്പോൾ എവിടെയാണ്? പ്രേംദാസ് ചോദിച്ചു. അവളുടെ നിക്കാഹ് കഴിഞ്ഞു. അവളിപ്പം സഹീറിൻ്റെ ഒപ്പം ഷാർജയിലാണ്. മുംതാസിൻ്റെ ഒരു ബ്രദറുണ്ടല്ലോ, അൻവർ. അന്നവിടെ പ്രീ ഡിഗ്രിക്കുണ്ടായിരുന്നു. അൻവർ ഇപ്പം അലിഗഡിൽ മെഡിസിന് പഠിക്കുക. ഇരിക്കെ, ഞാൻ നിക്കായി വിളിച്ചുകൊണ്ട് വരാം. സ്വീകരണ മുറിയിലെ സോഫയിൽ പ്രേംദാസും ദിനേശും ഇരുന്നു. മുംതാസിൻ്റെ ബാപ്പ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. ആരോടും സൗഹൃദത്തോടെ സംസാരിക്കാനുള്ള മാനസികാവസ്ഥയല്ല പ്രേമിനുണ്ടായിരുന്നത്. ഡോക്ടർ ഗഫൂറിനെ കാണാൻ സഹായകരമായെങ്കിലോ എന്ന് വിചാരിച്ച് മാത്രമാണ് മുംതാസിൻ്റെ ബാപ്പയോട് അത്രയെങ്കിലും സംസാരിച്ചത്. മെഡിക്കൽ റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഡോക്ടർ ഗഫൂർ എന്തായിരിക്കും പറയാൻ പോകുന്നത്? അദ്ദേഹവും കൈയൊഴിഞ്ഞാൽ തൂവെള്ള കൂർത്തയും പൈജാമയും ധരിച്ച ഒരു ദീർഘകായൻ കോണിപ്പടികളിറങ്ങി താഴേക്ക് വന്നു. പിന്നാലെ മുംതാസിൻ്റെ ബാപ്പയും. ഇവരാണ് ഇക്ക ഞാൻ പറഞ്ഞ ആളുകൾ. കോളേജിൽ നമ്മുടെ മുംതാസിനോടൊപ്പം പഠിച്ച ചങ്ങാതിമാരാ. മുംതാസിൻ്റെ ബാപ്പ അവരെ പരിചയപ്പെടുത്തി. പ്രേംദാസും ദിനേശും എഴുന്നേറ്റ് കൈകൂപ്പി. പ്ലീസ് സിറ്റ് ഡൗൺ, പ്രത്യഭിവാദം ചെയ്തുകൊണ്ട് ഡോക്ടർ ഗഫൂർ പറഞ്ഞു. അവർ 2 പേരിരുന്നു. എതിരെയുള്ള സിംഗിൾ സോഫയിൽ ഡോക്ടർ ഗഫൂറും ഇരുന്നു. നിങ്ങൾ സംസാരിക്കാൻ, ഞാനിപ്പം വരാം. മുംതാസിൻ്റെ ബാപ്പ അകത്തേക്ക് പോയി. ഡോക്ടർ ഗഫൂർ പ്രേമിനെയും ദിനേശിനെയും വിശദമായി പരിചയപ്പെട്ടു. സൗമ്യനും സഹൃദയനുമായിരുന്നു അദ്ദേഹം. ഒരു ചെറിയ പെൺകുട്ടി ട്രേയിൽ 3 ഗ്ലാസ് സർബത്തുമായി വന്നു. 3 പേരും ഓരോന്നെടുത്തു. ഇനി പറയൂ, എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം? ഡോക്ടർ ഗഫൂർ ചോദിച്ചു. പ്രേംദാസും ദിനേശും പരസ്പരം നോക്കി. ആ ഫയൽ എവിടെ? ദിനേശ്, പ്രേം ചോദിച്ചു. ദിനേശ് എഴുന്നേറ്റ് കാറിനടുത്തേക്ക് പോയി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഹൃദയ സംബന്ധമായ ചില തകരാറുകളുണ്ട്. അവളെ പരിശോധിച്ച കാർഡിയോളജിസ്റ്റ് രോഗത്തെക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞു. അതൊന്ന് കൺഫേം ചെയ്യാൻ വേറെ ആരെങ്കിലും ഒരു നല്ല കാർഡിയോളജിസ്റ്റിനെ കൂടി കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഡോക്ടർ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. നേരെ ഇങ്ങോട്ട് പോന്നു. സഹോദരിയാണ് ആതിര എന്ന കാര്യം മനഃപൂർവ്വമാണ് പ്രേംദാസ് പറയാഞ്ഞത്. സഹോദരിയാണെന്നറിഞ്ഞാൽ യഥാർത്ഥ രോഗാവസ്ഥ പറയാൻ ഡോക്ടർ മടിച്ചെങ്കിലോ എന്നായിരുന്നു അയാളുടെ ഭയം. ആതിരയുടെ രോഗലക്ഷണങ്ങളെക്കുറിച്ചെല്ലാം അയാൾ ഡോക്ടറോട് പറഞ്ഞു. അപ്പോഴേക്കും മെഡിക്കൽ ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ അടങ്ങിയ ഫയലുമായി ദിനേശ് വന്നു. കണ്ണടയെടുത്തണിഞ്ഞ് ഡോക്ടർ ഗഫൂർ ആ റിപ്പോർട്ടുകൾ മുഴുവൻ സൂക്ഷ്മമായി പരിശോധിച്ചു. പെരുപറക്കൊട്ടുന്ന ഹൃദയങ്ങളുമായി പ്രേംദാസും ദിനേശിനും ഇരുന്നു. ആരാണോ ഭാഗ്യഹീനയായ ഈ പെൺകുട്ടി? ഒടുവിൽ ഡോക്ടർ ഗഫൂർ തലയുയർത്തി ചോദിച്ചു. 2 പേരും ഒന്നും പറഞ്ഞില്ല. അവരുടെ ഇടനെഞ്ച് തകരുകയായിരുന്നു. ഡോക്ടർ വർമ്മ പറഞ്ഞു തന്നെയാണോ ഡോക്ടർ ഗഫൂറിന് പറയാനുള്ളത്? ഈ റിപ്പോർട്ടുകളുമായി നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഐ ആം സോറി യങ് ഫ്രണ്ട്സ്. മെഡിക്കൽ സയൻസിനെ രക്ഷപ്പെടുത്താനാവാത്ത വിധം ഈ പെൺകുട്ടിയുടെ രോഗം മൂർച്ഛിച്ചു പോയി. ഇവളുടെ ദിവസങ്ങളും എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഉള്ളിൽ നിന്നുയർന്ന തേങ്ങൽ പ്രേംദാസ് പെട്ടെന്ന് കടിച്ചമർത്തി. ദിനേശ് തല താഴ്ത്തി. ഈ രോഗത്തിന് ഒരു മറുമരുന്നില്ലേ ഡോക്ടർ? അല്ലെങ്കിൽ ഓപ്പറേഷൻ? ഇന്ത്യയിലില്ലെങ്കിൽ വിദേശത്തെങ്കിലും? പ്രേംദാസ് ചോദിച്ചു. ഇനി എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ കഴിയുമെങ്കിൽ അത് മുകളിലിരിക്കുന്ന സർവശക്തന് മാത്രമാണ്. അപ്പോൾ ഇനി ഒരു പ്രതീക്ഷയും വേണ്ട, തകർന്ന മനസ്സോടെ പ്രേംദാസ് ചോദിച്ചു. നിഷേധാർത്ഥത്തിൽ ഡോക്ടർ ഗഫൂർ തലയാട്ടി. പ്രാർത്ഥിക്കുക, അതുമാത്രമേ ഇനി ചെയ്യാനുള്ളൂ. പോകാനായി പ്രേംദാസും ദിനേശും എഴുന്നേറ്റു. ഡോക്ടറെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. അങ്ങയുടെ വിലപ്പെട്ട സമയമാണ് ഞങ്ങൾ അപഹരിച്ചത്, പ്രേം കൂപ്പ് കൈയോടെ പറഞ്ഞു. ഒരിക്കലുമില്ല, നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ഖേദമേ എനിക്കുള്ളൂ. അവർ യാത്ര പറഞ്ഞിറങ്ങി. പ്രേംദാസാണ് കാർ ഓടിച്ചത്. പക്ഷേ കുറേ ദൂരം ചെന്നപ്പോൾ നിരത്തിൻ്റെ ഓരം ചേർത്ത് അയാൾ വണ്ടി നിർത്തി. കണ്ണുകൾ നിറഞ്ഞ് അയാളുടെ കാഴ്ച തടസ്സപ്പെട്ടിരുന്നു. എന്താ പ്രേമേട്ടാ? ദിനേശ് ചോദിച്ചു. കൈകൾക്കൊരു വിറയൽ പോലെ. മനസ്സ് നേരെ നിൽക്കുന്നില്ല. ദിനേശാണ് പിന്നെ വണ്ടി ഓടിച്ചത്. എനിക്ക് ആതിരയെ ഒന്ന് കാണണമെന്നുണ്ട് ദിനേശ്. പക്ഷേ ഇപ്പോൾ ചെന്നാൽ എനിക്ക് അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും പ്രേമേട്ടനിപ്പോൾ ആതിരയെ കാണണ്ട. പ്രേം സദനത്തിൽ ചെന്നപ്പോൾ ദാമു അവരെ കാത്തിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് സാറിനെ ഫോണിൽ വിളിച്ചായിരുന്നു. ആര്? സാറിൻ്റെ അനിയത്തി. ആതിരയോ? നീ എന്ത് പറഞ്ഞു? 2 പേരും കൂടെ ഡോക്ടറെ കാണാൻ പോയേക്കുവാണെന്ന് പറഞ്ഞു.
പ്രേംദാസ് ഒന്ന് ഞെട്ടി. ഡോക്ടർ ഗഫൂറിനെ കാണാൻ പോകുന്ന കാര്യം സംസാരിക്കുന്നത് അവൻ കേട്ട് കാണും. ഏത് ഡോക്ടറെ കാണാൻ പോയതാണെന്നാണ് അവൾ ചോദിച്ചു. നീ എന്ത് പറഞ്ഞു? എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ഏത് ഡോക്ടറെ കാണാൻ പോവാണെന്നൊന്നും സാറിനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. പ്രേംദാസിന് ആശ്വാസം തോന്നി. എങ്കിലും അയാൾ രാത്രിയിലാണ് അഞ്ചനത്തിലേക്ക് ഫോൺ ചെയ്തത്. ആതിരയെ തന്നെ കിട്ടി. മോളെ, ഇത് ഞാനാണ്, പ്രേമേട്ടൻ. മദ്രാസിൽ നിന്ന് പ്രേമേട്ടൻ രാവിലെ വന്നതല്ലേ? എന്നിട്ടെന്താ ഇതുവരെ എന്നെ വിളിക്കാഞ്ഞേ? പരിഭവത്തോടെ അവൾ ചോദിച്ചു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു മോളെ. ഡോക്ടർ വർമ്മയെ കാണാൻ പോയേക്കുമായിരുന്നു. കണ്ടിട്ട് വന്ന് വിളിക്കാമെന്ന് വിചാരിച്ചാ. എന്തിനാ പിന്നെയും ഡോക്ടർ വർമ്മയെ കാണാൻ പോയത്? നിനക്ക് യാതൊരു അസുഖമില്ലെന്ന് ദിനേശ് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വാസമായില്ല മോളെ. അതുകൊണ്ടാ. ഡോക്ടറുടെ നാവിൽ നിന്ന് തന്നെ അക്കാര്യം കേട്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അവളൊന്നും പറഞ്ഞില്ല. മമ്മിയുണ്ടോ അവിടെ? പ്രേം ചോദിച്ചു. ഇതുവരെ എത്തിയിട്ടില്ല. അയാൾ വാച്ചിൽ നോക്കി. മണി 8:30. ഡാഡിയോ? ഡാഡിയും വന്നില്ല. ശരി, രാവിലെ ഞാൻ അങ്ങോട്ട് വരാം മോളെ. അയാൾ റിസീവർ വെച്ചു. എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദിനേശ്. അന്ന് തന്നെ മടങ്ങണമെന്ന് പറഞ്ഞെങ്കിലും അയാളെ വിടാതെ പിടിച്ചു നിർത്തിയതാണ് പ്രേം. ദിനേശിനറിയില്ല, സ്നേഹമെന്ന വികാരം വളരെ പണ്ടേ വീട് വിട്ടിറങ്ങിപ്പോയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഡാഡിയും മമ്മിയും ഞങ്ങൾ 3 മക്കളും. 5 ദ്വീപുകളായിരുന്നു ഞങ്ങൾ 5 പേരും. മുജന്മ സുഹൃത്തം കൊണ്ടാണോ എന്തോ ഒരു പെങ്ങളുടെ സ്നേഹം എനിക്ക് ആതിരയിൽ നിന്ന് കിട്ടി. ആ സ്നേഹം ഞാൻ അവൾക്കും കൊടുത്തു. പക്ഷേ ഇപ്പോഴിതാ. ഒക്കെ വിധിയാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു ദിനേശിന്. പക്ഷേ അയാളൊന്നും പറഞ്ഞില്ല. ഇനി അവളെ പരീക്ഷ എഴുതിക്കണോ? എന്തിനാ നമ്മളിനി അവളെ കഷ്ടപ്പെടുത്തുന്നേ? എഴുതട്ടെ പ്രേമേട്ടാ. നമ്മൾ തടഞ്ഞാൽ ആതിരയ്ക്ക് സംശയം തോന്നിയാലോ? അധികം സ്ട്രെയിൻ എടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ദിനേശ് പറഞ്ഞു. എനിക്കിപ്പോൾ അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ദിനേശ്. പക്ഷേ ഞാനെങ്ങനെ ആ കണ്ണുകളെ നോക്കി ഇനി ചിരിക്കും? നാളെ രാവിലെ ഞാൻ പോകും പ്രേമേട്ടാ. പോയാലും വരില്ലേ നീ? വരണം. നാളെ ഞാൻ ആതിരയെ ഇങ്ങ് കൊണ്ടുവരും. അവളിനി എപ്പോഴും എൻ്റെ കൺവെട്ടത്തുണ്ടാവണം. അഞ്ചനത്തിൽ അവളെപ്പോഴും തനിച്ചാണ്. മമ്മിയും ഡാഡിയും വീട്ടിലുള്ള നേരം ചുരുക്കം. ഉള്ളപ്പോഴും അവൾ തനിച്ചാണ്. രാവിലെ ദിനേശ് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ പ്രേംദാസ് അഞ്ചനത്തിലേക്ക് ചെന്നു. അപ്പോൾ ഡൈനിങ് റൂമിലുണ്ട് മൃണാളിനി. ആതിര എവിടെ? അയാൾ ചോദിച്ചു. മുകളിൽ കാണും. നീ എന്താ രാവിലെ? ഇന്നലെ മമ്മി എപ്പോഴാണ് ഓഫീസിൽ നിന്ന് വന്നത്? ഞാൻ സമയമൊന്നും നോക്കിയില്ല. അലക്ഷ്യമായിട്ടായിരുന്നു ഉത്തരം. 8:30 ആയപ്പം ഞാനിങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പോഴും മമ്മി വന്നിട്ടില്ല. സന്ധ്യയ്ക്ക് മുമ്പ് മമ്മിക്ക് വീട്ടിൽ വന്നുകൂടെ? പ്രായം തികഞ്ഞ ഒരു പെണ്ണിവിടെ ഉണ്ടെന്നുള്ള കാര്യം മമ്മി എന്താ ഓർക്കാഞ്ഞേ? അയാളുടെ ശബ്ദമുയർന്നു. നീ രാവിലെ എന്തിനുള്ള പുറപ്പാടാ? അനിഷ്ടത്തോടെ മൃണാളിനി ചോദിച്ചു. സംസാരം കേട്ട് ആതിര ഇറങ്ങി വന്നു. പരീക്ഷയ്ക്ക് പഠിക്കാൻ വന്നല്ലേ മമ്മി ഇവൾ? വല്ലതും പഠിക്കുന്നുണ്ടോ? സമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടോ? വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള ചുമതലയുണ്ട് മമ്മിക്ക്. നീ എന്നെ പഠിപ്പിക്കാൻ വന്നതാണോ? ഞാൻ എൻ്റെ ചുമതല ചെയ്യുന്നുണ്ട്. സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനാണ് ഞാൻ ഇവളെ ഹോസ്റ്റലിൽ കൊണ്ടു ചെന്ന് ചേർത്തത്. ആരോടും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഇവളെ ഇവിടെ വിട്ടിട്ട് നീ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നോ? മൃണാലിനിയുടെ ശബ്ദമുയർന്നു. ആതിര 2 പേരെയും പകച്ചു നോക്കി. അപ്പോൾ ഞാൻ ചെയ്തതാ തെറ്റ്? പ്രേംദാസ് ചോദിച്ചു. മൃണാലിനി ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഞാനിവളെ തിരിച്ചു കൊണ്ട് ചെന്ന് വിട്ടേക്കാം. അതാ നല്ലത്, പരിഹാസത്തോടെ മൃണാലിനി പറഞ്ഞു. ആ സംസാരമെല്ലാം കേട്ടുകൊണ്ട് നിസ്സഹായതയോടെ നിൽക്കുകയായിരുന്നു ആതിര. അവളുടെ മുഖം കണ്ടപ്പോൾ പ്രേംദാസിൻ്റെ ഹൃദയം നൊന്തു. മോൾ ചെന്ന് കൊണ്ടുപോകാനുള്ളതെല്ലാം പാക്ക് ചെയ്യ്. ഇപ്പം തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോവാം. ഒരക്ഷരം പോലും പറയാതെ ആതിര കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. മൃണാലിനി അവരുടെ മുറിയിലേക്ക് പോയി. ഒരു ഗ്ലാസ് ചായ കുടിക്കാം അല്ലേ? കനകമ്മ വന്ന് ചോദിച്ചു. വേണ്ട കനകമ്മേ, പ്രേം പറഞ്ഞു. അല്പനേരം കൂടി കഴിഞ്ഞ് അയാൾ ആതിരയുടെ മുറിയിലേക്ക് കയറി ചെന്നു. സൂട്ട്കേസും ബാഗും അവൾ തയ്യാറാക്കി വെച്ചിരുന്നു. അയാൾ ചെന്നപ്പോൾ അവൾ കിടക്കയിലിരുന്ന് നിശബ്ദമായി കരയുകയാണ്. ഞാൻ എല്ലാവർക്കും ഒരു ശല്യമായി ഇല്ലേ പ്രേമേട്ടാ? ഒരിക്കലും അങ്ങനെ പറയരുത് മോളെ. വേറെ ആർക്കും വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. അതിനാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നത്. വാ, നമുക്ക് പോകാം. അയാൾ അവളുടെ നനഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. ദൈവമേ, 3 മാസത്തിനുള്ളിൽ ഈ കണ്ണുകൾ! ഗദ്ഗതം വന്ന് അയാളുടെ തൊണ്ടയിൽ തടഞ്ഞു. ഒന്നും പറയാനാവാതെ സൂട്ട്കേസും ബാഗുമെടുത്ത് അയാൾ മുറിയിൽ നിന്നിറങ്ങി. ആതിര പിന്നാലെ ചെന്നു. പെട്ടിയും ബാഗും പ്രേം കാറിൻ്റെ പിൻസീറ്റിൽ വെച്ചു. മുൻസീറ്റിൽ അയാളോടൊപ്പമാണ് ആതിര ഇരുന്നത്. ഗേറ്റ് കടന്ന് കാർ പുറത്തേക്കിറങ്ങി. ടൗണിലെത്തി ഹോസ്റ്റലിലേക്ക് പോകാൻ വലത്തേക്ക് തിരിയുന്നതിന് പകരം കാർ ഇടത്തേക്കാണ് തിരിഞ്ഞത്. നമ്മൾ ഹോസ്റ്റലിലേക്കല്ലേ പ്രേമേട്ടാ പോകുന്നത്? പെട്ടെന്ന് ആതിര ചോദിച്ചു. അല്ല, നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പ്രേമസദനത്തിലേക്ക്. ഇനി അതാണ് നിൻ്റെ വീട്. എന്താ, നിനക്കിഷ്ടമല്ലേ മോളെ പ്രേമേട്ടനോടൊപ്പം താമസിക്കാൻ? ഇഷ്ടമാണോന്നോ? ഞാൻ എത്ര കൊതിച്ചിട്ടുള്ളതാ പ്രേമേട്ടാ. ആതിര കണ്ണീരോടെ അയാളുടെ ചുമലിലേക്ക് തലചായ്ച്ചു. അയാൾ കുഞ്ഞഞ്ചെത്തിയെ ഇടം കയ്യെടുത്ത് ചുറ്റിപ്പിടിച്ചു. ഉച്ചയ്ക്കാണ് നാട്ടിൽ നിന്ന് വല്യമ്മാവൻ്റെ ഫോൺ കോൾ വന്നത്. ഊണ് കഴിക്കാൻ വേണ്ടി ദിനേശ് വർക്ക് സൈറ്റിൽ നിന്ന് വന്ന നേരമായിരുന്നത്. എന്താ വല്യമ്മാവ് വിശേഷിച്ച്? അയാൾ ചോദിച്ചു. ദക്ഷണിയമ്മയ്ക്ക് നല്ല സുഖമില്ല ദിനേശ. ഇന്ന് രാവിലെ ഞങ്ങൾ അവളെ ആശുപത്രിയിലാക്കി. നീ ഇങ്ങോട്ടൊന്ന് വന്നാൽ തരക്കേടില്ലായിരുന്നു. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ മണി 3:30. അമ്മയുടെ അടുത്ത് ഗിരിജ മാത്രമുണ്ട്. ദിനേശിനെ കണ്ട് ദാക്ഷാണിയമ്മയുടെ കണ്ണുകൾ നനഞ്ഞു. അമ്മയ്ക്ക് എന്തു പറ്റി? കിടക്കയിലിരുന്ന് അമ്മയുടെ കൈയെടുത്ത് പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. രാവിലെ വല്ലാത്തൊരു നെഞ്ചുവേദനയും വിമിഷ്ടവും വന്നു മോനെ. ഞാനങ്ങ് പേടിച്ചു പോയി. അതാ നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ വലിയേട്ടനോട് പറഞ്ഞത്.
എനിക്കിനി അധികകാലമുണ്ടെന്ന് തോന്നുന്നില്ല ദിനേശേ. ഒക്കെ അമ്മയുടെ തോന്നലാ. ഗിരിജ നിശബ്ദയായി നിന്നതേയുള്ളൂ. നീ വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ദാക്ഷായണിയമ്മ ചോദിച്ചു. ഇല്ല, അമ്മ പറ. ദാക്ഷായണിയമ്മ തലതിരിച്ച് ഗിരിജയെ നോക്കി. എനിക്കിവനോട് ഒരു രഹസ്യം പറയാനുണ്ട് മോളെ. അവൾ ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട് മോനെ. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം എനിക്ക് കാണണം. നീ അത് സാധിച്ചു തരത്തില്ലേ? അമ്മയുടെ ഏതാഗ്രഹവും സാധിച്ചു തരാനല്ലേ ഞാനുള്ളത്. പക്ഷേ അമ്മയ്ക്കിപ്പോൾ യാതൊന്നും സംഭവിക്കത്തില്ല. ആതിരയുടെ അസുഖമൊക്കെ മാറിയോ? ഇല്ലമ്മേ. അത് ശാശ്വതമായി മാറുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിൽ നീ ഗിരിജയെ കല്യാണം കഴിക്കണം മോനെ. അതാണ് എൻ്റെ ആഗ്രഹം. ആ സന്ദർഭത്തിൽ അമ്മയെ നിരാശപ്പെടുത്താൻ മനസ്സ് വരാഞ്ഞതുകൊണ്ട് സമ്മതിക്കുന്ന മട്ടിൽ അയാൾ തലകുലുക്കി. ഞാൻ ജോത്സ്യനെ വരുത്തി വെറുതെ ഒന്ന് നോക്കിച്ചായിരുന്നു. അടുത്ത മാസം അവസാനം ഒരു മുഹൂർത്തമുണ്ടെന്ന് അയാൾ പറയുന്നത്. ആതിര ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം താൻ വേറൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയില്ലെന്ന് അയാൾ തീരുമാനിച്ചു. അടുത്ത മാസം പറ്റില്ലമ്മേ. എനിക്കൊരു 3 മാസത്തെ സമയം വേണം. ശരി, എന്നാൽ നമുക്കത് തീരുമാനിക്കാം. അവസാനം നീ വാക്കുമാറുമോ മോനെ? ഇല്ലമ്മേ. സത്യം ചെയ്യ്. വലുത് കൈ നീട്ടി കാണിച്ച് ദാക്ഷാണിയമ്മ പറഞ്ഞു. അമ്മയുടെ കയ്യിൽ ദിനേശ് കൈവച്ചു. സത്യം, അയാൾ പറഞ്ഞു. ഹൃദയം ആരോ പിഴുതെടുക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. വേദനയോടെ അയാൾ കണ്ണുകൾ അടച്ചു. പ്രേമസദനത്തിന് മുമ്പിൽ കാർ ചെന്ന് നിന്നപ്പോൾ പുറത്ത് ദാമു ഉണ്ടായിരുന്നു. ദാമു, ഞാൻ പറഞ്ഞ മുറി നീ വൃത്തിയാക്കിയോ? കാറിൽ നിന്നിറങ്ങി പ്രേംദാസ് ചോദിച്ചു. വൃത്തിയാക്കി സാർ. എന്നാൽ ഈ പെട്ടിയും ബാഗും അവിടെ കൊണ്ടുവച്ചേക്ക്. ആതിരയുടെ ലഗേജുമായി ദാമു അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടാണോ പ്രേമട്ടൻ അഞ്ജനത്തിലേക്ക് വന്നത്? ആശ്ചര്യത്തോടെ ആതിര ചോദിച്ചു. അതെ മോളെ, ഇനിയുള്ള കാലം നീ ഇവിടെ എൻ്റെ ഒപ്പമാണ് താമസിക്കാൻ പോകുന്നത്. ഇനിയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ? അവൾ സംശയത്തോടെ ചോദിച്ചു. അയാളൊന്ന് പതറി. അതായത് നിന്നെ കല്യാണം കഴിച്ച് അയക്കുന്നത് വരെ. ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. പ്രേമസദനത്തിൽ 3 കിടപ്പുമുറികളാണുള്ളത്. ഒന്ന് പ്രേംദാസ് ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള 2 ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാൻ ദാമുവിനോട് പറഞ്ഞിട്ടാണ് അയാൾ ആതിരയെ വിളിക്കാൻ പോയത്. മുമ്പും വെറും 2 തവണ മാത്രമേ ആതിര പ്രേമസദനത്തിൽ വന്നിട്ടുള്ളൂ. സൗന്ദര്യബോധത്തോടെ രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയ മനോഹരമായ ആ വീട് ആദ്യ സന്ദർശന വേളയിൽ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പ്രേംദാസ് ആതിരയെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. വീട്ടുതടിയിലുണ്ടാക്കിയ മിന്നിത്തിളങ്ങുന്ന ഫർണിച്ചർ, കിടക്കയിൽ റോസാപ്പൂക്കളുടെ ചിത്രമുള്ള ഷീറ്റ്, ഇളം നീല നിറമുള്ള വാതിൽ തിരശ്ശീലകളും ജനാലവിരികളും, പൂപാത്രത്തിൽ അന്ന് മുറിച്ചു വെച്ച പൂക്കൾ, ഇളം റോസ് ഷെയ്ഡുള്ള ടേബിൾ ലാമ്പ്, സ്റ്റീരിയോ സിസ്റ്റം, ചെറിയ TV. ഇഷ്ടമായോ മോളെ നിനക്ക് ഈ മുറി? ഇതുപോലെ ഭംഗിയുള്ള മുറി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല പ്രേമേട്ടാ. എൻ്റെ സ്വപ്നത്തിലുള്ള വീട്ടിലെ സ്വപ്നത്തിലുള്ള മുറിയാണിത്. പ്രേമേട്ടൻ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഈശ്വര, ഇവിടെ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരുപക്ഷെ ആതിരയ്ക്ക് 6 അടി മണ്ണ് വിധിച്ചിരിക്കുന്നത് അഞ്ജനത്തിലാവില്ല, പ്രേമസദനത്തിലെ ഈ വളപ്പിലായിരിക്കും. ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ മമ്മിക്ക് ഇഷ്ടപ്പെടത്തില്ല, ആതിര പറഞ്ഞു. ഇതുവരെ മമ്മിയുടെ ഇഷ്ടമനുസരിച്ച് നീ ഹോസ്റ്റലുകളിലല്ലേ താമസിച്ചത്. ഇനി കുറേ നാൾ നിൻ്റെ ഇഷ്ടമനുസരിച്ച് നീ താമസിക്കാൻ പോകുന്നു. പക്ഷേ എത്ര നാൾ? അവൾ വിഷാദത്തോട് ചോദിച്ചു. 3 മാസം, അയാൾ അറിയാതെ പറഞ്ഞുപോയി. അത് കഴിഞ്ഞ്? അവൾ സംശയത്തോടെ ചോദിച്ചു. അപ്പോഴാണ് അയാൾക്ക് തെറ്റ് മനസ്സിലായത്. 3 മാസം കഴിഞ്ഞാൽ നിൻ്റെ കല്യാണം. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നിനക്ക് പോകേണ്ടി വരില്ലേ? അയാൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. എൻ്റെ കല്യാണമോ? അതൊരിക്കലും നടക്കില്ല പ്രേമേട്ടാ. മാരകമായ അസുഖത്തിന് അടിമയായ പെണ്ണാണ് ഞാൻ. അതറിയുമ്പോൾ കല്യാണം ആലോചിച്ച് വരുന്നവരെല്ലാം പിന്മാറും. വിഡ്ഢിത്തം പറയാതെ. നിനക്കൊരു അസുഖവുമില്ലെന്ന് ഡോക്ടർ വർമ്മ പറഞ്ഞതല്ലേ? പ്രേമേട്ടനോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ദിനേശ് അമ്മയെയും കൊണ്ട് എന്നെ കാണാൻ ഒരു ദിവസം ഹോസ്റ്റലിൽ വന്നിരുന്നു. അക്കാര്യം ദിനേശ് എന്നോട് പറഞ്ഞായിരുന്നു മോളെ. അമ്മയുടെ മുന്നിൽ വെച്ച് ഞാനൊന്ന് തലചുറ്റി വീണു. അതോടെ അമ്മയുടെ മനസ്സ് മാറി പ്രേമേട്ട. മുറപ്പെണ്ണായ ഗിരിജയെ കൊണ്ട് ദിനേശിനെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക ഇപ്പോൾ അമ്മ. ഇപ്പോഴെന്തായാലും നമ്മൾ അതേക്കുറിച്ചൊന്നും ചിന്തിച്ച് തലപ്പ് വയ്ക്കേണ്ട ആതിരെ. വാ, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്ക് വിശക്കുന്നുണ്ട്. വിഷയം മാറ്റിക്കൊണ്ട് പ്രേംദാസ് പറഞ്ഞു. ദാമു അന്ന് നല്ല മൃദുവായ ഇഡലിയും ചട്നിയും സാമ്പാറും ഉഴുന്നുവടയുമാണ് പ്രാതലിനുണ്ടാക്കിയത്. കൂടാതെ പുഴുങ്ങിയ നേന്ത്രപ്പഴവും ഉണ്ടായിരുന്നു. ഒന്നാന്തരം കുക്കിനെയാണല്ലോ പ്രേമേട്ടന് കിട്ടിയേക്കുന്നത്. നല്ല സ്വാദുണ്ട് ചട്നിക്കും സാമ്പാറിനും ഒക്കെ. കഴിക്കുന്നതിനിടയിൽ ആതിര പറഞ്ഞു. ദാമു കേൾക്കണ്ട, അവൻ്റെ ഗമ കൂടും. നിനക്ക് എന്ത് വേണമെങ്കിലും ദാമുവിനോട് പറഞ്ഞാൽ മതി മോളെ, അവനുണ്ടാക്കിത്തരും. ദാമുവിനെ കുമ്പിളപ്പം ഉണ്ടാക്കാൻ അറിയുമോ പ്രേമേട്ട? പ്രേം അവനെ വിളിച്ച് അക്കാര്യം ചോദിച്ചു. എനിക്കറിയത്തില്ല സാറേ, ഞാനത് തിന്നിട്ടില്ല. പ്രേമേട്ടന് ഓർമ്മയുണ്ടോ? നമ്മൾ പണ്ട് ഡാഡിയുടെ തറവാട്ടിൽ പോകുമ്പോൾ കൗസല്യ കുഞ്ഞമ്മായി കുമ്പിളപ്പം ഉണ്ടാക്കി തരുമായിരുന്നു. അരിയും ശർക്കരയുമൊക്കെ ചേർത്ത് വയന നിലയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്ന. അയാൾക്കപ്പോൾ എല്ലാം ഓർമ്മ വന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വെക്കേഷന് എല്ലാവരും കൂടി ഡാഡിയുടെ തറവാട്ടിൽ ചെന്ന് ഒരാഴ്ച താമസിക്കും. സമപ്രായക്കാരായ കുട്ടികളുണ്ട് അവിടെ. കളിച്ച് തിമിർത്ത് നടക്കും. ഒരാഴ്ചയാകും മുമ്പേ മമ്മിക്കും അടുക്കും. മനസ്സില്ല മനസ്സോടെ ഡാഡി തിരിച്ചു പോകാമെന്ന് സമ്മതിക്കും. ചെറുപ്പത്തിലെ വിധവയായവളാണ് കൗസല്യ കുഞ്ഞമ്മായി. ഒരു മകൻ മാത്രമേ ഉള്ളൂ. പെൺമക്കളില്ലാത്തതിനാൽ കുഞ്ഞമ്മായിക്ക് ആതിരയെ വലിയ ഇഷ്ടമായിരുന്നു. അവളെ കുളിപ്പിച്ച് പുതിയ ഉടുപ്പാണി
ഇട്ട് അണിയിച്ചൊരുക്കി അമ്പലത്തിലും അടുത്തുള്ള ബന്ധുവീടുകളിലും കൊണ്ടുപോകും. രാത്രിയിൽ ഒപ്പം കിടത്തി കഥ പറഞ്ഞു കൊടുത്ത് ഉറക്കും. ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. തറവാട്ടിലെ കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ കുഞ്ഞമ്മായി എനിക്ക് ആമ്പൽപ്പൂ പറിച്ച് മാലയുണ്ടാക്കി തരുമായിരുന്നു പ്രേമേട്ട. വയലിനക്കരെയുള്ള അമ്പലത്തിൽ പോകുമ്പോൾ ത്രിമധുരവും ശർക്കര പായസവും ഒക്കെ ഓർമ്മയില്ലേ പ്രേമേട്ടന്? ഓർമ്മയുണ്ടെന്ന മട്ടിൽ അയാൾ തലകുലുക്കി. എത്ര നാളായി നമ്മൾ കുഞ്ഞമ്മായിയെ കാണാൻ പോയിട്ട്? ഒരു നെടുവീർപ്പോടെ അവൾ പറഞ്ഞു. നിനക്ക് കുഞ്ഞമ്മായിയെ കാണാൻ ആഗ്രഹമുണ്ടോ മോളെ? പെട്ടെന്ന് അയാൾ ചോദിച്ചു. ആഗ്രഹമുണ്ട് പ്രേമേട്ട. എങ്കിൽ നാളെ നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നു. അവൾ അത്ഭുതത്തോടെ അയാളെ നോക്കി. നാളെയോ? എനിക്ക് അടുത്ത ആഴ്ച പരീക്ഷ തുടങ്ങുമെന്നുള്ള കാര്യം മറന്നോ പ്രേമേട്ടൻ? പരീക്ഷയൊന്നും സാരമില്ല. നമ്മൾ നാളെ രാവിലെ പോകുന്നു. വൈകുന്നേരം തിരിച്ചു വരുന്നു. എഗ്രീഡ് പ്രേമേട്ട. നാളെ നമ്മൾ പോകുന്നു. ആതിര അവളുടെ മുറിയിലേക്ക് പോയപ്പോൾ പ്രേംദാസ് ദേവഗംഗയുടെ ഓഫീസിലേക്ക് ചെന്നു. ബാബു, ഞാൻ ഇനി എല്ലാ ദിവസമൊന്നും ഇങ്ങോട്ട് വരില്ല. ആതിരയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടുത്തെ കാര്യങ്ങൾ കുറേ ദിവസം ഇനി താൻ തന്നെ നോക്കിയാൽ മതി. മാനേജർ ചന്ദ്രബാബുവിനോട് അയാൾ പറഞ്ഞു. നമ്മുടെ പുതിയ കാസ്റ്റ് ഇറങ്ങാൻ ഇനി അധിക ദിവസമില്ലല്ലോ പ്രേമ. ഇപ്പോൾ താനിവിടെ ഇല്ലാതിരുന്നാൽ ശരിയാവില്ല. ഞാൻ സകല സമയവും വീട്ടിൽ കാണും. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിച്ചു പറഞ്ഞാൽ മതി. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പ്രേംദാസ് അപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഉച്ചയായപ്പോൾ അയാൾക്കൊരു ടെലിഫോൺ കോൾ വന്നു. അയാളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ഷാജഹാനായിരുന്നു വിളിച്ചത്. തന്നെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ. എന്താ ഇന്ന് പരിപാടി? ഷാജഹാൻ ചോദിച്ചു. ഒന്നുമില്ല ഷാജി. എന്താ വിശേഷിച്ച്? ഇന്ന് വൈകിട്ട് ഷാർപ്പ് 7:30 ഹോട്ടൽ കോൺകോർഡിൽ വരണം. റൂം നമ്പർ 404. ഒരു പാർട്ടിയുണ്ട്. ജനാർദ്ദനും ഉണ്ണിയും തോമാച്ചനും കാണും. താനും കൂടി ഉണ്ടെങ്കിൽ കോറം തികയും. പാർട്ടി എന്ന് വെച്ചാൽ പാതിര വരെ മദ്യപാനമാണ്. ആഴ്ചയിൽ 2-3 ദിവസം ഓരോരുത്തരുടെ പേരിൽ പാർട്ടി. ഞാനില്ല ഷാജി, എന്നെ ഒഴിവാക്കിയേര്. അതെന്താടോ, സുഖമില്ലേ? നിരാശയോടെ ഷാജഹാൻ ചോദിച്ചു. ഇല്ല ഷാജി, ഞാനിനി ഒരു പാർട്ടിക്കുമില്ല. എല്ലാം മതിയാക്കുകയാണ്, വ്യക്തിപരമായ കാരണങ്ങളാൽ. മറ്റൊന്നും തോന്നരുത്. കൂടുതലൊന്നും പറയാതെ പ്രേം ഫോൺ വെച്ചു. പിറ്റേ ദിവസം രാവിലെ കാറിൽ അയാൾ ആതിരയുമൊത്ത് ഡാഡിയുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. 2.5 മണിക്കൂർ യാത്ര. വിശാലമായ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കാവും കുളവും അരയാലും അമ്പലവും ഒക്കെയുള്ള ആ ഗ്രാമത്തിൽ അവർ എത്തി. 7-8 വർഷങ്ങൾക്ക് ശേഷമുള്ള വരവ്. പൂത്തുലഞ്ഞ് തറവാടിൻ്റെ പടിപ്പുരയ്ക്ക് മുന്നിൽ കാർ നിന്നപ്പോൾ ആതിര ഡോർ തുറന്ന് ഇറങ്ങിയോടി. പ്രേംദാസ് പൂമുഖം കടന്ന് അകത്തേക്ക് ചെന്നപ്പോൾ ആനന്ദാശുക്കളോടെ ഭദ്രമായി നിൽക്കുകയാണ് ആതിരയും കൗസല്യ കുഞ്ഞമ്മായിയും. എൻ്റെ കുട്ടിയെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ നിനക്കെങ്കിലും മനസ്സ് തോന്നിയില്ലോ പ്രേമ? സന്തോഷമായി കേട്ടോ. വരണമെന്ന് എത്ര നാൾ കൊണ്ട് വിചാരിക്കുന്നതാണെന്ന് അറിയാമോ കുഞ്ഞമ്മായി? ഇന്നലെ ആതിരയും ആഗ്രഹം പറഞ്ഞപ്പോൾ വേറൊന്നും നോക്കിയില്ല. രാവിലെ അങ്ങ് തിരിച്ചു. തറവാട്ടിൽ ഇപ്പോൾ കുഞ്ഞമ്മായിയും മകൻ ഗോപികൃഷ്ണനും ഭാര്യ നളിനിയും 2 മക്കളുമാണ് താമസം. മിടുക്കനായ കൃഷിക്കാരനാണ് ഗോപി. അതിൻ്റെ സമൃദ്ധി വീട്ടിൽ അറിയാനുമുണ്ട്. പഴയ കാര്യങ്ങൾ സംസാരിച്ചും ഓർമ്മകൾ അയവിറക്കിയും അവർ ഇരുന്നു. തളത്തിൽ ഇലയിട്ടാണ് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സന്ധ്യ ഉണ്ടത്. വൈകുന്നേരം ചായയ്ക്ക് പലഹാരം ചൂടുള്ള കുമ്പിളപ്പമായിരുന്നു. അത് കണ്ട് ആതിരയ്ക്ക് അത്ഭുതമായി. ഞാൻ ഇന്നലെ പ്രേമേട്ടനോട് കുമ്പിളപ്പത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ മനസ്സറിഞ്ഞതുപോലെ കുഞ്ഞമ്മായി ഇന്നത് ഉണ്ടാക്കിയല്ലോ. പ്രേമം പറഞ്ഞിട്ടാ മോളെ? കുഞ്ഞമ്മായി രഹസ്യം പുറത്താക്കി. ഒന്നും പറയാതെ ആതിര പ്രേമനെ നോക്കി. അയാൾ വെറുതെ ചിരിച്ചതേയുള്ളൂ. ഇനി ഞങ്ങൾ പോട്ടെ കുഞ്ഞമ്മായി? ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ പ്രേം ചോദിച്ചു. ഇന്ന് പോകാനോ? നല്ല കഥ. ഒരാഴ്ച കഴിഞ്ഞ് 2 ഞാൻ ഇവിടുന്ന് വിടും. എത്ര നാൾ കഴിഞ്ഞിട്ടൊന്ന് കാണാൻ കിട്ടിയതാ. അല്ലെങ്കിൽ ആതിര ഇവിടെ നിൽക്കട്ടെ പ്രേം. ഒരാഴ്ച കഴിഞ്ഞ് അവളെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വിട്ടേക്കാം. എന്താ? ഗോപി പറഞ്ഞു. അത് നേരാ. ഞങ്ങൾ ഇതുവരെ സംസാരിച്ചു തീർന്നില്ല, നളിനിയും പറഞ്ഞു. എനിക്ക് അടുത്ത ആഴ്ച പരീക്ഷ തുടങ്ങുവാണല്ലോ കുഞ്ഞമ്മായി. അത് കഴിഞ്ഞ് ഒരാഴ്ചയല്ല, 1 മാസം ഞാനിവിടെ വന്ന് താമസിച്ചിട്ടേ പോകൂ. നാളെ പോയാലും മതി ആതിരെ. നിനക്ക് അമ്പലത്തിൽ പോകണ്ടേ? പ്രേംദാസ് ചോദിച്ചു. പക്ഷെ പ്രേമേട്ട പരീക്ഷ. അത് സാരമില്ല, നാളെ രാവിലെ നമുക്ക് പോയാൽ മതി, അയാൾ തീർത്ത് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ രഹസ്യമായി കുഞ്ഞമ്മായിയോട് പ്രേം ചില കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞമ്മായി ആതിരയ്ക്ക് കുളത്തിൽ കുളിക്കാൻ ആഗ്രഹമുണ്ട്. കുളത്തിൽ പോകുമ്പോൾ അവൾക്ക് ആമ്പൽപ്പൂ പറിച്ചു കൊടുക്കണം. കുളി കഴിഞ്ഞ് വയലിനക്കരെയുള്ള അമ്പലത്തിൽ കൊണ്ടുപോകണം. അമ്പലത്തിൽ നിന്ന് അവൾക്ക് ത്രിമധുരവും ശർക്കര പായസവും വാങ്ങി കൊടുക്കണം. കുഞ്ഞമ്മായി ആതിരയും കൊണ്ട് കുളത്തിൽ കുളിക്കാൻ പോയി. ഗോപിയുടെ മകൻ കണ്ണനെ കൊണ്ട് അവൾക്ക് കുറേ ആമ്പൽപ്പൂവ് പൊട്ടിച്ചു കൊടുത്തു. കുളി കഴിഞ്ഞ് അവർ അമ്പലത്തിൽ പോയി. കുഞ്ഞമ്മായി അവൾക്ക് ത്രിമധുരം വാങ്ങിക്കൊടുത്തു. പായസത്തിനുള്ള ചീട്ടുമെടുത്തു. രാവിലെ കണ്ണൻ അമ്പലത്തിൽ പോയി പായസം വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോഴാണ് ആതിരയുടെ മനസ്സിൽ അറിയാതെ ഒരു സംശയത്തിൻ്റെ വിത്ത് വീണത്. ആഗ്രഹം പറഞ്ഞപ്പോൾ എന്തിനാണ് ഒട്ടും വൈകിക്കാതെ പ്രേമേട്ടൻ ഡാഡിയുടെ തറവാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത്? കുഞ്ഞമ്മായിയോട് പറഞ്ഞു കുമ്പിളപ്പം ഉണ്ടാക്കിച്ചു തന്നത്, ആമ്പൽപ്പൂ പറിച്ചു തന്നത്, ത്രിമധുരവും പായസവും വാങ്ങി തന്നത്. പ്രേമേട്ടൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായ ഒരു മാറ്റമുണ്ട്. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒട്ടും സമയം കളയാതെ ഒന്നൊഴിയാതെ സാധിച്ചു തരുന്നു. എന്തിന്? ഡോക്ടർ വർമ്മയെ കാണാൻ പോയിട്ട് വന്നതിന് ശേഷമല്ലേ പ്രേമേട്ടനിൽ ഈ മാറ്റം? എന്തോ തക്കതായ കാരണമുണ്ട്. എന്താണത്? ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിൽ കിടന്നതല്ലാതെ ഒന്നും പുറത്തേക്ക് വന്നില്ല. പ്രാതൽ കഴിഞ്ഞ് അവർ തിരിച്ചു പോന്നു.
കാറിലിരിക്കുമ്പോൾ ആതിര ആലോചനാമഗ്നയായിരുന്നു. അവൾ അധികമൊന്നും സംസാരിച്ചതേയില്ല. കുഞ്ഞമ്മയെ പിരിയേണ്ടി വന്നതിൻ്റെ വിഷമമായിരിക്കും അവൾക്ക് എന്നാണ് പ്രേംദാസ് വിചാരിച്ചത്. അവളുടെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മാത്രം അയാൾക്ക് മനസ്സിലായില്ല. തിരിച്ച് പ്രേമസദനത്തിലെത്തിയപ്പോൾ ഉച്ചയായി. 2-3 ദിവസമായല്ലോ പ്രേമട്ടൻ ദേവഗംഗയുടെ ഓഫീസിൽ പോയിട്ട്. എന്താ അവിടെ പണിയൊന്നുമില്ലേ? ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ മട്ടിൽ അവൾ ചോദിച്ചു. ഞാനില്ലെങ്കിലും പ്രശ്നമില്ല. ചന്ദ്രബാബു എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. ആത്മാർത്ഥതയുള്ളവനാ ബാബു. അതോ ഞാനിവിടെ ഉള്ളത് കൊണ്ടാണോ പ്രേമട്ടൻ പുറത്തേക്ക് പോലും പോകാത്തത്? ഏയ് അല്ല. എങ്കിലും അവൾക്ക് വിശ്വാസമായില്ല. എന്തിനാണ് പ്രേമട്ടൻ എപ്പോഴും തൻ്റെ അടുത്തു നിന്ന് മാറാതെ നിൽക്കുന്നത്? താൻ ഇനിയും തലചുറ്റി വീഴുമെന്ന് പേടിച്ചിട്ടാണോ? സത്യത്തിൽ ഡോക്ടർ വർമ്മ എന്തായിരിക്കും ദിനേശിനോട് പറഞ്ഞത്? അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ താൻ വെളിയിലിരിക്കുകയായിരുന്നല്ലോ. ഇനി ആതിരയ്ക്ക് അധികനാൾ ജീവിതമില്ലെന്നായിരിക്കുമോ ഡോക്ടർ വർമ്മ പറഞ്ഞത്? അതുകൊണ്ടാണോ പ്രേമട്ടൻ തൻ്റെ മനസ്സറിഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ ശ്രമിക്കുന്നത്? പ്രേമട്ടൻ എന്തോ തന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയണം. ദിനേശിനോട് ചോദിച്ചാലും സത്യം പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പറയുന്ന ഒരാളുണ്ട്, ഡോക്ടർ വർമ്മ. നേരിട്ട് ചോദിച്ചാൽ ഡോക്ടർ വർമ്മയും യഥാർത്ഥ വിവരം പറയാൻ മടിക്കും. അഞ്ജന ചേച്ചിയാണെന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിച്ച് നോക്കാം. ആതിരയ്ക്ക് ഇനി എത്രനാൾ ജീവിതമുണ്ടെന്ന് ചോദിക്കാം. പ്രേമട്ടനിൽ നിന്ന് ചിലതൊക്കെ അറിഞ്ഞു എന്ന മട്ടിൽ സംസാരം തുടങ്ങിയാൽ മതി. പ്രേമട്ടൻ വീട്ടിലില്ലാത്ത നേരത്ത് വേണം ഫോൺ ചെയ്യാൻ. അവൾ ആഗ്രഹിച്ചതുപോലെ പിറ്റേ ദിവസം രാവിലെ കാറിറക്കി പ്രേംദാസ് എങ്ങോട്ടോ പോയി. അപ്പോൾ തന്നെ അവൾ ടെലിഫോൺ ഡയറക്ടറി എടുത്ത് ഡോക്ടർ വർമ്മയുടെ നമ്പർ കണ്ടുപിടിച്ചു. വിറയാർന്ന വിരലുകൾ കൊണ്ട് മെല്ലെ റിസീവർ എടുത്ത് അവൾ ആ നമ്പർ ഡയൽ ചെയ്തു. ഡോക്ടർ വർമ്മയുടെ ഭാര്യയെയാണ് അവൾക്ക് കിട്ടിയത്. ഡോക്ടർ പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ. 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് വിളിച്ചു നോക്കൂ. ആതിരയ്ക്ക് നിരാശയായി. 1 മണിക്കൂറിനുള്ളിൽ പ്രേമട്ടൻ തിരിച്ചെത്തിയാലോ? പക്ഷേ പ്രേംദാസ് വന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് ആതിര വീണ്ടും ഒന്ന് വിളിച്ചു. ഡോക്ടർ വർമ്മ ഹിയർ. ഞാൻ ആതിരയുടെ ചേച്ചി അഞ്ജനയാണ്. ഡോക്ടർ, എനിക്ക് ആതിരയുടെ രോഗവിവരങ്ങളെക്കുറിച്ച് അറിയണം. അതിന് വിളിച്ചതാണ്. ഈശ്വര, ഡോക്ടർ വർമ്മ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ആതിരയുടെ ഹൃദയം ക്രമം തെറ്റി ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. കഥ തുടരും.